ഗുഡ് ഈവനിങ്. മാറ്റിനി ഫ്രീ വെബിനാറിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പതിപോലെ ചൊവ്വാഴ്ച ദിവസം നമ്മൾ സ്റ്റോറി തെറാപ്പിയുടെ ദിവസമാണ്. കഥയിലുമുണ്ടൊരു കാര്യം. ഇന്ന് നമുക്ക് വേണ്ടി സ്റ്റോറി പറയുന്നത് സാജൻ സാറാണ്. സാജൻ സാർ ഒരു ടീച്ചറാണ്, ഹയർ സെക്കൻഡറി സ്കൂളിൽ പഠിപ്പിക്കുന്നു. അതേപോലെ തന്നെ തിരുവനന്തപുരം സ്വദേശിയാണ്, നല്ലൊരു ട്രെയിനറാണ്. അപ്പോൾ തീർച്ചയായിട്ടും സാറിൻ്റെ സ്കൂളുമായിട്ടുള്ള ബന്ധത്തിൽ എല്ലാ അധ്യാപകർക്കും തന്നെ പൊതുവെ കഥകൾ ഒത്തിരി അറിയാം. കഥകളെല്ലാം അവസരോചിതമായി കുട്ടികൾക്ക് പകർന്നു കൊടുക്കുന്ന ഒരു രീതിയുമുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇന്നത്തെ രണ്ട് കഥകൾ സാജൻ സാറിൽ നിന്ന് നമുക്ക് കേൾക്കാം. നിങ്ങളെല്ലാവരെയും പ്രോഗ്രാമിലേക്ക് ക്ഷണിക്കുന്നു. അതോടൊപ്പം പ്രിയപ്പെട്ട സാജൻ സാറിനെ. സാജൻ സാർ, യു ആർ വെൽക്കം. താങ്ക് യു സാർ. ആദ്യമായിട്ടാണ് നമ്മുടെ ഈ ഫ്രീ മാറ്റിനി സെമിനാറിൽ ഒരു കഥ അവതരിപ്പിക്കുന്നത്. കഥകളുടെ പ്രത്യേകത നമുക്കെല്ലാവർക്കും അറിയാം. ഏത് പ്രായത്തിലുള്ളവർക്കും അവരുടെ പ്രായത്തിനനുസരിച്ച്, അവരുടെ അറിവിനനുസരിച്ച്, അവരുടെ അനുഭവത്തിനനുസരിച്ച് ഏത് കഥ കേട്ടാലും ആസ്വദിക്കാനായിട്ട് പറ്റും. ഒരു കഥ ഏത് പ്രായത്തിൽ കേട്ടാലും നമ്മുടെ പ്രായത്തിനനുസരിച്ച് നമ്മൾ അതിൽ നിന്നൊരു സന്ദേശം ഉൾക്കൊള്ളും. നമ്മൾ ഒരു മണിക്കൂർ നീണ്ടു നിൽക്കുന്ന ഒരു പ്രസംഗം കേൾക്കുകയാണെങ്കിൽ ആ പ്രസംഗത്തിന്റെ ഇടയിൽ പ്രസംഗകൻ അവസരോചിതമായി ഒരു കഥ പറയുകയാണെങ്കിൽ ഒരുപക്ഷെ ആ കഥയായിരിക്കും നമ്മുടെ മനസ്സിൽ തങ്ങി നിൽക്കുന്നത്. ആ കഥയായിരിക്കും നമുക്ക് വലിയ ഒരു സന്ദേശം പകരുന്നത്. അങ്ങനെ കഥകളുടെ സ്വാധീനം വളരെ കൂടുതലാണ്. എപ്പോഴും നമ്മൾ കഥകൾ കേൾക്കാനും കഥകൾ വായിക്കാനും ലഭിക്കുന്ന ജീവിതത്തിലെ അസുലഭമായ സന്ദർഭങ്ങൾ നമ്മൾ ഒരിക്കലും പാഴാക്കാനായിട്ട് പാടില്ല. ഇന്ന് നിങ്ങളുമായിട്ടൊരു 2 കഥകൾ, സമയം കിട്ടുകയാണെങ്കിൽ ഒരു കഥയും കൂടെ, 3 കഥകൾ സമയത്തിനനുസരിച്ച് പങ്കുവയ്ക്കാനായിട്ടാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. 1993 അമേരിക്കയിൽ ഏറ്റവും കൂടുതൽ വിറ്റഴിച്ചൊരു പുസ്തകമാണ് ചിക്കൻ സൂപ്പ് ഫോർ ദി സോൾ എന്നുള്ള പുസ്തകം. ഉള്ളുണരാൻ ചിക്കൻ സൂപ്പ്. ഒട്ടേറെ കോപ്പികൾ ആ പുസ്തകം വിറ്റഴിഞ്ഞു. 2011 DC ബുക്സുകാർ അത് മലയാളത്തിൽ ആ പുസ്തകം പരിഭാഷപ്പെടുത്തിയിട്ടുണ്ട്. അതിനകത്ത് നമ്മളെ രൂപാന്തരപ്പെടുത്തുന്ന, നമ്മളെ ചിന്തിപ്പിക്കുന്ന ഒട്ടേറെ നല്ല കഥകൾ ചേർത്തിട്ടുണ്ട്. അതിലെ ഒന്നാമത്തെ കഥയുടെ പേര് ലവ് ദ ക്രിയേറ്റീവ് ഫോഴ്സ് എന്നുള്ളതാണ്. സ്നേഹം സൃഷ്ടിപരമായ ഒരേ ഒരു ശക്തി. എറിക് ബർട്ടൺ വർത്ത് ആണ് അതിൻ്റെ ആ കഥ എഴുതിയ വ്യക്തി. ആ കഥ ഇപ്രകാരമാണ്. അമേരിക്കയിലെ പ്രസിദ്ധമായ ജോൺ ഹോപ്കിൻസ് യൂണിവേഴ്സിറ്റിയിലെ ഒരു സോഷ്യോളജി പ്രൊഫസർ അവിടുത്തെ വിദ്യാർത്ഥികൾക്ക്, PG വിദ്യാർത്ഥികൾക്ക് ഒരു അസൈൻമെന്റ് കൊടുത്ത അസൈൻമെന്റ് ഇതാണ്. ആ യൂണിവേഴ്സിറ്റിക്ക് സമീപമുള്ള ബാൾട്ടിമോർ എന്ന് പറയുന്ന സ്ഥലം, ആ സ്ഥലത്ത് പോയി അവിടെയുള്ള 200 കുട്ടികളെ കണ്ടുപിടിക്കുക. 10 വയസ്സിനും 15 വയസ്സിനും ഇടയ്ക്കുള്ള 200 കുട്ടികളെ കണ്ടുപിടിച്ച് ഒരു സർവേ നടത്തുക. ഈ ബാൾട്ടിമോർ എന്ന് പറയുന്ന സ്ഥലം കൃത്യമായിട്ട് പറഞ്ഞാൽ ന്യൂയോർക്കിൽ നിന്ന് 300 കിലോമീറ്റർ അകലെയുള്ള സ്ഥലമാണ്. ന്യൂയോർക്കിൽ നിന്ന് 3.5 മണിക്കൂർ യാത്ര. ആ ബാൾട്ടിമോർ എന്ന് പറയുന്ന സ്ഥലത്ത് പോകേണ്ടതായിട്ട് കുട്ടികളെ ഏൽപ്പിച്ചത് അവിടെയുള്ള ഒരു സ്ലം ഏരിയയിലാണ്, ഒരു ചേരി പ്രദേശത്താണ്. അവിടെ ഏറ്റവും കൂടുതൽ ലഹരി ഉപയോഗവും ഏറ്റവും കൂടുതൽ ക്രിമിനൽ വാസനയുള്ള ആൾക്കാർ താമസിക്കുന്നതും ഏറ്റവും കൂടുതൽ അനാശാസ്യ പ്രവർത്തനവും നടന്നുകൊണ്ടിരുന്ന ഒരു സ്ഥലമാണ് ബാൾട്ടിമോറിലെ സ്ലം ഏരിയ, ചേരി പ്രദേശങ്ങൾ. കുട്ടികൾക്ക് കൊടുത്ത പഠന ദൗത്യം, അസൈൻമെന്റ് ഇതായിരുന്നു. ആ സ്ഥലത്ത് പോയി 10 വയസ്സിനും 15 വയസ്സിനും ഇടയ്ക്കുള്ള കുറച്ച് കുട്ടികളെ കണ്ടുപിടിക്കുക. 200 കുട്ടികളെ കണ്ടെത്തി അവരുടെ ജീവിത പശ്ചാത്തലം, അവരുടെ രക്ഷകർത്താക്കളുടെ ജോലി, മറ്റു കാര്യങ്ങളും, അവർ വളരുന്ന സാഹചര്യം, പഠനത്തോടുള്ള അവരുടെ മനോഭാവം, ഇതെല്ലാം വിലയിരുത്തിക്കൊണ്ട് ഭാവിയിൽ അവരാരാകുമെന്ന് പ്രവചിക്കുക. ഇതാണ് അവർക്ക് കൊടുത്ത പഠന ദൗത്യം, അസൈൻമെന്റ്. ഈ സോഷ്യോളജി വിദ്യാർത്ഥികൾ ഈ പറഞ്ഞ ബാൾട്ടിമോറിലെ സ്ലം ഏരിയയിൽ ചേരി പ്രദേശത്ത് പോയി 200 കുട്ടികളെ സെലക്ട് ചെയ്തു. അവരോട് ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം അന്വേഷിച്ചു. അവരുടെ ജീവിത പശ്ചാത്തലം, അതുപോലെ പഠനത്തോടുള്ള അവരുടെ സമീപനം, അവർ വളരുന്ന മറ്റ് സാഹചര്യങ്ങളെല്ലാം പരിശോധിച്ചതിന് ശേഷം അവർ അസൈൻമെന്റ് തയ്യാറാക്കി കോളേജ് ഒരു പ്രൊഫസറെ ഏൽപ്പിച്ചു. 200 കുട്ടികളെ സർവേ നടത്തിയ അസൈൻമെന്റിനകത്തും ഒരേ ഒരു റിമാർക്കാണ് അവസാനം എഴുതിയിരുന്നത്. ആ റിമാർക്ക് ഇതാണ്: ഈ കുട്ടിയുടെ ജീവിത പശ്ചാത്തലം അനുസരിച്ച് ഭാവിയിൽ ഇവനൊരു വലിയ ക്രിമിനലായിട്ട് മാറും, ഒരു കൊലപാതകയായിട്ട് മാറും. ഇതാണ് അവരെ ഏൽപ്പിച്ച അസൈൻമെന്റിന്റെ കൺക്ലൂഷൻ, അവസാന ഭാഗം. പ്രൊഫസർ ഈ അസൈൻമെന്റ് എല്ലാം വാങ്ങിച്ചു വെച്ചു. ഈ സംഭവം നടന്നു കഴിഞ്ഞു.
25 വർഷത്തിന് ശേഷം മറ്റൊരു പ്രൊഫസർ ഈ അസൈൻമെന്റ് കാണാനായിട്ടിടയായി. സോഷ്യോളജി ഡിപ്പാർട്ട്മെന്റിന്റെ ലൈബ്രറിയിൽ ഈ അസൈൻമെന്റ് കണ്ടു. അദ്ദേഹത്തിന് ഒരു കൗതുകം, 25 വർഷം മുമ്പ് എഴുതിയ ഈ അസൈൻമെന്റിൽ പറഞ്ഞിരിക്കുന്ന കുട്ടികൾ, അവരുടെ എല്ലാം പ്രൊഫൈൽ വ്യക്തമായിട്ട് അതിനകത്തുണ്ട്, അവരുടെ പേര്, അഡ്രസ്സ്, എല്ലാ കാര്യങ്ങളും ഉണ്ട്. അവരുടെ ഇപ്പോഴത്തെ അവസ്ഥ ഒന്ന് അറിഞ്ഞാൽ കൊള്ളാം. അവരിപ്പോ ആരായിരിക്കുന്നു? ഇതിനകത്ത് പറഞ്ഞിരിക്കുന്നത് പോലെ ക്രിമിനലുകളെ തന്നെ ആണോ ഒന്ന് ഉറപ്പിക്കണം. അദ്ദേഹം അവിടെ പഠിക്കുന്ന 25 വർഷത്തിന് ശേഷം അവിടെ പഠിക്കുന്ന സോഷ്യോളജി വിദ്യാർത്ഥികളെ വിളിച്ചു കൂട്ടിയിട്ട് അവരോട് പറഞ്ഞു, നിങ്ങൾ ഈ ബാൾട്ടിമോർ എന്ന് പറയുന്ന സ്ഥലത്ത് പോകണം. അവിടുത്തെ സ്ലം ഏരിയയിൽ പോയി ഈ 200 കുട്ടികളെ നിങ്ങൾ അന്വേഷിക്കണം. അവരുടെ ഇപ്പോഴത്തെ അവസ്ഥ എന്താണെന്ന് നിങ്ങളെ കണ്ടെത്തി നിങ്ങൾ വന്ന് എനിക്കൊരു റിപ്പോർട്ട് തരണം. കുട്ടികൾ സന്തോഷത്തോടെ ഏറ്റെടുത്തു. അവര് ബാൾട്ടിമോർ എന്ന് പറയുന്ന സ്ഥലത്തെ സ്ലം ഏരിയയിൽ പോയി ഈ 200 കുട്ടികളെയും അന്വേഷിച്ചു. 200 കുട്ടികൾ, അപ്പൊ 25 വർഷം മുമ്പാണ്. അവർക്ക് എല്ലാവർക്കും ഇപ്പൊ 40 വയസ്സിനടുത്ത പ്രായം കാണാം. 200 പേരെ അന്വേഷിച്ചതിൽ അവര് 180 പേരെ കണ്ടെത്തി. ബാക്കി 20 പേര് അവിടെ നിന്ന് സ്ഥലം മാറിയൊക്കെ പോയിരിക്കുകയാണ്. 180 പേരെ കണ്ടെത്തി. അതിൽ 176 പേരും ജീവിതത്തിൽ വലിയ വിജയം കൈവരിച്ചിരിക്കുന്നത്. അവരിൽ പലരും ഡോക്ടേഴ്സാണ്, ചിലർ എഞ്ചിനീയേഴ്സാണ്, ചിലര് പുരോഹിതന്മാരാണ്, ചിലർ അഭിഭാഷകരാണ്, ചിലർ അധ്യാപകരാണ്. ജീവിതത്തിൽ വലിയ നേട്ടങ്ങൾ, ചിലര് ബിസിനസ്സുകാരാണ്. വലിയ വലിയ നേട്ടങ്ങൾ അവർ കൈവരിച്ചിരിക്കുന്നത്. അവരെ കണ്ട് ഇന്റർവ്യൂ ഒക്കെ നടത്തി തിരിച്ച് പ്രൊഫസറോട് വന്ന് ഈ കാര്യം പറഞ്ഞു. പ്രൊഫസർ അവരോട് ചോദിച്ചു, എങ്ങനെയാണ് അവർക്ക് ഈ നിലയിൽ എത്താനായിട്ട് പറ്റിയത്? 25 വർഷം മുമ്പ് ക്രിമിനലുകളാവുമോ എന്ന് പ്രവചിച്ചിരുന്ന ആ കുട്ടികൾ എങ്ങനെയാണ് അവർക്ക് ഈ വലിയ നിലയിൽ എത്താനായിട്ട് പറ്റിയത്? അപ്പൊ ഈ വിദ്യാർത്ഥികൾ പറഞ്ഞു, ഞങ്ങൾ അവരോട് ചോദിച്ചു, എങ്ങനെയാണ് നിങ്ങളുടെ ജീവിതത്തിൽ ഈ വലിയൊരു മാറ്റം ഉണ്ടായത്? അവരെല്ലാവരും ഒരേ ഒരു മറുപടിയാണ് അവരെല്ലാവരും പറഞ്ഞത്, there was a teacher. ഒരു ടീച്ചർ കാരണമാണ് ഞങ്ങളുടെ ജീവിതത്തിൽ ഈ മാറ്റം ഉണ്ടായത്. അധ്യാപകൻ ആ കുട്ടികളോട് ചോദിച്ചു, ആ ടീച്ചറിനെ കുറിച്ചുള്ള വിവരം ഒന്ന് അന്വേഷിക്കാനായിട്ട് പറഞ്ഞു. അവർ ആ ടീച്ചറിനെ കുറിച്ചുള്ള വിവരം അന്വേഷിച്ചു. ടീച്ചർ സർവീസിൽ നിന്ന് റിട്ടയർ ചെയ്ത് ഒരു ഓൾഡ് ഏജ് ഹോം, അധ്യാപകർക്ക് വേണ്ടി മാത്രമുള്ള ഒരു ഓൾഡ് ഏജ് ഹോമിൽ താമസിക്കുകയാണ്. നമ്മുടെ നാട്ടിൽ ഇപ്പോൾ ഉണ്ട്, അധ്യാപകർക്ക് മാത്രമായിട്ട് ഓരോ പ്രത്യേക ജോലിയിലിരുന്ന് റിട്ടയർ ചെയ്തവർക്ക്. നമ്മുടെ തിരുവനന്തപുരത്ത് ഞാനിവിടെ താമസിക്കുന്നതിന്റെ കുറച്ചടുത്തായിട്ട് ഒരു 3 കിലോമീറ്റർ അപ്പുറം പേട്ട എന്ന് പറയുന്ന സ്ഥലത്ത് അധ്യാപകർക്ക് മാത്രം ഒരു ഓൾഡ് ഏജ് ഹോം ഉണ്ട്. ഹെർമിറ്റേജ് എന്നാണ് അതിന്റെ പേര്. ഒരുപാട് 40-45 അധ്യാപകർ അവിടെ നിൽക്കുന്നുണ്ട്. കേരളത്തിലെ പല ഭാഗത്തു നിന്ന് റിട്ടയർ ചെയ്ത്. അതുപോലെ ഒരു അധ്യാപകർക്ക് വേണ്ടിയുള്ള ഒരു ഓൾഡ് ഏജ് ഹോമിൽ ആ ടീച്ചർ നിൽക്കുക. ഇവർ ആ ടീച്ചറിന്റെ അടുത്ത് പോയി. ടീച്ചർ ഇച്ചിരി പ്രായാധിക്യമൊക്കെ ഉണ്ട്. ടീച്ചറിനോട് ഓരോ കാര്യങ്ങൾ ചോദിച്ചു. പണ്ട് പഠിപ്പിച്ച കുട്ടികളുടെ പേരൊക്കെ പറഞ്ഞു. ഓർക്കുന്നുണ്ടോ എന്ന് ചോദിച്ചു. ടീച്ചറിന് ഓർമ്മ വന്നു. ആ കുട്ടികളുടെ കൊച്ചിലെയുള്ള മുഖമൊക്കെ ടീച്ചർ ഓർത്തെടുത്തു. എന്നിട്ട് ടീച്ചറിനോട് അവരോട് ഒരു ചോദ്യം ചോദിച്ചു, ഭാവിയിൽ കുറ്റവാളികളാകാമായിരുന്ന ആ കുട്ടികളെ ജീവിതത്തിൽ ഒരു വലിയ മാറ്റം ഉണ്ടാക്കാനായിട്ട് ടീച്ചർ എന്ത് മാജിക്കാണ് ഉപയോഗിച്ചത്? എന്തായിരുന്നു ടീച്ചർ ഉപയോഗിച്ച ആ ഒരു മാജിക്ക്? ടീച്ചർ വളരെ ശ്രദ്ധയോടെ ആ ചോദ്യമൊക്കെ കേട്ടിരുന്നിട്ട് അവസാനം പറഞ്ഞ മറുപടി ഇത്രയേ ഉള്ളൂ, ഐ ലവ്ഡ് ദോസ് ബോയ്സ്. ഞാൻ ആ കുട്ടികളെ സ്നേഹിക്കുക മാത്രം ചെയ്തു. ഐ ലവ്ഡ് ദോസ് ബോയ്സ്. ഭാവിയിൽ കുറ്റവാളികളാകാമായിരുന്ന ആ കുട്ടികളെ ഒരു അധ്യാപികയുടെ സ്നേഹത്തിലൂടെ, നല്ല സ്വാധീനത്തിലൂടെ എങ്ങനെ രൂപാന്തരപ്പെടുത്തി എന്ന് നമുക്ക് ഈ കഥയിലൂടെ വ്യക്തമാവും. പറഞ്ഞ മറുപടി ഇത്രയാണ്, ഐ ലവ്ഡ് ദോസ് ബോയ്സ്. ഏറെ ഹൃദയസ്പർശിയായ ഉള്ളുണരാൻ ചിക്കൻ സൂപ്പ് ഫോർ ദ സോൾ എന്നുള്ള പുസ്തകത്തിന്റെ ആദ്യം പറഞ്ഞിട്ടുള്ള കഥയാണ്. ഇതാണ് ആ പുസ്തകം. ഇത് DC ബുക്സുകാരെ മലയാളത്തിൽ പരിഭാഷപ്പെടുത്തിയിട്ടുള്ള നല്ലൊരു കഥയാണ്. ഇതുപോലെ ഒട്ടേറെ കഥകൾ അടങ്ങുന്ന ഒരു പുസ്തകമാണ്. ഞാൻ ഇനി രണ്ടാമത്തെ കഥയിലേക്ക് വരട്ടെ. രണ്ടാമത്തെ കഥയുടെ പേര് 83 പ്രോബ്ലംസ്, 83 പ്രശ്നങ്ങൾ. ബുദ്ധനുമായിട്ട് ബന്ധപ്പെട്ട ഒരു കഥയാണ്. ഒരിക്കലും ഒരു കൃഷിക്കാരൻ, ഒരു ഫാർമർ ബുദ്ധനെ സമീപിച്ചു. അയാളുടെ ഉള്ളിൽ ഒരുപാട് പ്രശ്നങ്ങൾ കൊണ്ട് നടക്കുന്ന ഒരു കൃഷിക്കാരനാണ്. അപ്പൊ ആരോ പറഞ്ഞു, നിങ്ങൾ പോയി ബുദ്ധനെ കണ്ടാൽ മതി, ബുദ്ധനെ കാണുന്നതോടുകൂടി നിങ്ങളുടെ പ്രശ്നങ്ങളെല്ലാം തീരുമെന്ന്. ഇയാൾ അങ്ങനെ ബുദ്ധനെ തപ്പി ബുദ്ധനെ വന്ന് കണ്ടു. ബുദ്ധനോട് ഓരോ കാര്യങ്ങൾ പറയാനായിട്ട് തുടങ്ങി. അയാൾ പറയുന്ന കാര്യങ്ങളെല്ലാം ബുദ്ധൻ ശ്രദ്ധ വെച്ച് കേട്ടു. അദ്ദേഹം പറഞ്ഞു തുടങ്ങിയത് ഇങ്ങനെയാണ്: ഞാനൊരു കൃഷിക്കാരനാണ്, എനിക്ക് കൃഷിയിൽ വളരെയധികം താല്പര്യമുണ്ട്, നന്നായിട്ട് ഞാൻ കൃഷി ചെയ്യും. പക്ഷെ കഴിഞ്ഞ വർഷം മഴ കൂടുതലായിരുന്നത് കാരണം എൻ്റെ കൃഷിയിൽ നിന്ന് ഞാൻ വിചാരിച്ച ആദായം എനിക്ക് ലഭിച്ചില്ല. കൃഷി എനിക്ക് നഷ്ടമായിരുന്നു കഴിഞ്ഞ വർഷം. എന്നാൽ ഈ വർഷമായപ്പോൾ ശക്തമായ മഴ പെയ്തില്ല, വരൾച്ചയായിരുന്നു. വരൾച്ച കാരണം എനിക്ക് കൃഷിയിൽ നിന്ന് ആദായമൊന്നും ലഭിച്ചില്ല. കഴിഞ്ഞ വർഷം മഴ, ഈ വർഷം വരൾച്ച. കൃഷിയിൽ നിന്ന് എനിക്ക് വിചാരിക്കുന്ന പോലെ ഒരു ആദായം ലഭിക്കുന്നില്ല.
ബുദ്ധൻ ശ്രദ്ധയോടെ കേട്ടിരുന്നു. എന്തെങ്കിലും മറുപടി പറയുമെന്ന് അയാൾ വിചാരിച്ചു. ബുദ്ധൻ ഒരു മറുപടിയും പറഞ്ഞു. രണ്ടാമത് അയാൾ പറഞ്ഞു, എനിക്ക് ഭാര്യയും 2 മക്കളും ഉണ്ട്. ഭാര്യയ്ക്കും മക്കൾക്കും എന്നെ വളരെ ഇഷ്ടമാണ്, വളരെ സ്നേഹമാണ്, എന്നെ വലിയ കരുതലാണ്. പക്ഷെ ചില സമയത്ത് അവർ ഞാൻ പറയുന്നത് അനുസരിക്കില്ല. ഞാൻ പറയുന്നതിന്റെ നേരെ വിപരീതം പ്രവർത്തിക്കുള്ളൂ. ഭാര്യയാണെങ്കിലും മക്കളാണെങ്കിലും അതെന്നെ വളരെയധികം അസ്വസ്ഥനാക്കുന്നു. ഇത് കാരണം ഞാൻ പല സമയങ്ങളിലും വളരെയധികം ടെൻഷൻ അനുഭവിക്കാറുണ്ട്. ഭാര്യയും മക്കളും ചില സന്ദർഭങ്ങളിൽ ഞാൻ പറയുന്നത് അനുസരിക്കാത്തതുകൊണ്ട്. എന്തെങ്കിലും മറുപടി സൊല്യൂഷൻ ബുദ്ധൻ പറയുമെന്ന് വിചാരിച്ചു. ഒന്നും ബുദ്ധൻ പറഞ്ഞില്ല. മൂന്നാമത് ഇയാൾ പറഞ്ഞു, എൻ്റെ നെയ്ബേഴ്സ്, അയൽക്കാർ, അവരെന്നെ കുറിച്ച് പല ആവശ്യമില്ലാത്ത കാര്യങ്ങളും പറയുന്നുണ്ട്. അവർക്കെല്ലാം എന്നോട് വളരെ അസൂയയാണ്. അവരെന്റെ വളർച്ചയിൽ, ഞാൻ ഈ നല്ല കൃഷിക്കാരൻ എന്നുള്ള പേരിൽ അവർക്ക് വളരെ അസൂയുള്ളതായിട്ട് എനിക്ക് തോന്നുന്നു. എന്താണ് ഞാൻ ചെയ്യേണ്ടത്? ബുദ്ധനൊന്നും പറഞ്ഞില്ല. അവസാനം ഇയാൾ ബുദ്ധനോട് ചോദിച്ചു, ഞാൻ ഇത്രയും പ്രശ്നങ്ങൾ പറഞ്ഞു, എന്താണ് ഈ പ്രശ്നത്തിന് ഒരു സൊല്യൂഷൻ, പരിഹാരം? ബുദ്ധൻ പറഞ്ഞു, ഐ ആം സോറി, ഐ കാൺ ഹെൽപ്പ് യു. എനിക്ക് നിങ്ങളുടെ ഈ കാര്യത്തിൽ പ്രത്യേകിച്ചൊന്നും ചെയ്യാനായിട്ടില്ല. ഈ കൃഷിക്കാരൻ വളരെയധികം ദേഷ്യപ്പെട്ടുകൊണ്ട് ബുദ്ധനോട് പറഞ്ഞു, ഞാൻ എന്തെങ്കിലും ഒരു പരിഹാരം പ്രതീക്ഷിച്ചാണ് ഞാൻ ഇവിടെ വന്നത്. എൻ്റെ പ്രശ്നങ്ങളെല്ലാം അവതരിപ്പിച്ചു. പ്രശ്നത്തിന് ഞാനൊരു ഇൻസ്റ്റന്റ് ആയിട്ടുള്ള ഒരു റെഡിമെയ്ഡ് സൊല്യൂഷൻ പ്രതീക്ഷിച്ചാണ് ഞാൻ ഇവിടെ വന്നത്. എന്നിട്ടൊന്നുമില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബുദ്ധൻ അയാളോട് ശാന്തമായിട്ട് ഇങ്ങനെ പറഞ്ഞത് ഇങ്ങനെയാണ്, ഈ ലോകത്ത് നിങ്ങൾ അനുഭവിക്കുന്ന പ്രശ്നങ്ങൾ നിങ്ങളുടെ പ്രായത്തിലുള്ള എല്ലാവർക്കും ഉള്ള പ്രശ്നങ്ങൾ തന്നെയാണ്. എന്നിട്ട് ബുദ്ധൻ തുടർന്ന് പറഞ്ഞു, ഈ ലോകത്ത് ജീവിക്കുന്ന എല്ലാവർക്കും 83 പ്രശ്നങ്ങൾ കാണും, 83 പ്രോബ്ലംസ്. ഒരു പ്രശ്നം മാറിക്കഴിയുമ്പോൾ, സോൾവ് ആകുമ്പോഴത്തേക്കും സ്വാഭാവികമായിട്ട് അടുത്ത പ്രശ്നം വരും. അത് പരിഹരിക്കപ്പെടുമ്പോൾ അതിൻ്റെ അടുത്ത പ്രശ്നം വരും. ഇങ്ങനെ പ്രശ്നങ്ങൾ ഒന്നിനു പുറകെ ഒന്നായിട്ട് വന്നുകൊണ്ടേയിരിക്കും. നമ്മൾ ജീവിച്ചിരിക്കുന്നതിൻ്റെ ഒരു തെളിവ് തന്നെയാണ് 83 പ്രശ്നങ്ങൾ. പ്രശ്നങ്ങൾ ജീവിച്ചിരിക്കുന്നവർക്ക് എല്ലാവർക്കും വന്നുകൊണ്ടേയിരിക്കും. പക്ഷെ ഇതിനേക്കാൾ വലിയ രൂക്ഷമായിട്ടൊരു പ്രശ്നമുണ്ട്. അതാണ് നിങ്ങളുടെ ഒരു വലിയ നിങ്ങളെ കൂടുതൽ അലട്ടുന്നത്. അത് 84th പ്രോബ്ലമാണ്, 84ാമത്തെ ഒരു പ്രശ്നമാണ്. ആ പ്രശ്നം ഇതാണ്, യു വാണ്ട് ടു ഹാവ് നോ പ്രോബ്ലംസ്. ജീവിതത്തിൽ ഒരു പ്രശ്നവും ഉണ്ടാകാൻ പാടില്ല എന്നുള്ള നിങ്ങളുടെ ആഗ്രഹം, നിങ്ങളുടെ താല്പര്യം, അതാണ് നിങ്ങളെ കൂടുതൽ അലട്ടുന്നത്. ആ ഒരു ചിന്ത നിങ്ങൾ ആദ്യം ഉപേക്ഷിക്കുക. പ്രശ്നങ്ങൾ, എല്ലാ പ്രശ്നത്തിനും ഉടനടി പരിഹാരം ഉണ്ടാകണമെന്നില്ല. പ്രശ്നങ്ങൾ ഉണ്ടാകാൻ പാടില്ല എന്നുള്ള ചിന്ത നമ്മുടെ ജീവിതത്തിൽ നിന്ന് ആദ്യം അലട്ടും. ആദ്യം നമ്മൾ അകറ്റുക. എന്തുകൊണ്ട് എനിക്ക് മാത്രം ഈ പ്രശ്നം എന്നുള്ള ചിന്ത, അത് നിങ്ങൾ ഒഴിവാക്കുക. 83 പ്രശ്നങ്ങൾ അത് എല്ലാവരുടെയും ജീവിതത്തിൽ ഉള്ളതാണ്. ആ കൃഷിക്കാരൻ അത് കേട്ടപ്പോഴത്തേക്കും സന്തോഷമായി. അയാൾ ഒന്നും മിണ്ടാതെ അയാൾ മടങ്ങി. അയാളുടെ പ്രശ്നത്തിന് ആ ബുദ്ധൻ പറഞ്ഞ മറുപടിയിൽ നിന്ന് അയാൾക്ക് ആശ്വാസം, അല്ലെങ്കിൽ അയാൾക്ക് മറുപടി ലഭിച്ചു. ഇതാണ് രണ്ടാമത്തെ കഥ, ബുദ്ധ 83 പ്രോബ്ലംസ്. ഇനി ഒരു കഥയും കൂടെ പറഞ്ഞ് അവസാനിപ്പിക്കാം. ഇതുപോലെ ഒരു ചെറിയൊരു കഥ ഇതാണ്. ഒരു ചിത്രകാരന്റെ കഥയാണ്, ഒരു പെയിന്റർ. ആ പെയിന്റർ ഒരു പുതിയ ചിത്രം വരയ്ക്കാനായിട്ട് ആഗ്രഹിച്ചു. അദ്ദേഹം വരയ്ക്കാനായിട്ട് ആഗ്രഹിച്ച സെലക്ട് ചെയ്ത തീം എന്ന് പറയുന്നത് ലോകത്തിലെ ഏറ്റവും വിലപ്പെട്ട കാര്യത്തെക്കുറിച്ചൊന്ന് വരയ്ക്കണം. എന്താണ് ലോകത്തിലെ ഏറ്റവും വിലപ്പെട്ട കാര്യം? അയാൾ കുറെ ആലോചിച്ചു. എന്തായാലും അദ്ദേഹം ആലോചിച്ച് അടുത്ത ദിവസം രാവിലെ പ്രഭാത സവാരിക്ക് ഇറങ്ങിയപ്പോൾ അയാൾ ചിന്തിച്ചു, ഇന്ന് എന്തായാലും ഞാൻ നടന്ന് തിരിച്ച് വീട്ടിലെത്തുമ്പോഴത്തേക്ക് എൻ്റെ മനസ്സിൽ കൃത്യമായിട്ടുള്ള ഒരു പിക്ചർ കിട്ടും എന്തിനെക്കുറിച്ച് വരയ്ക്കണം എന്നുള്ളതിനെ കുറിച്ച്. അയാൾ വീട്ടിൽ നിന്ന് ഇറങ്ങി കുറച്ചു ദൂരം മുമ്പോട്ട് നടന്നപ്പോഴത്തേക്കും 2 കപ്പിൾസിനെ കണ്ട്, ദമ്പതികളെ വഴിയിൽ വെച്ച്. ഒരു ഭാര്യയും ഭർത്താവും രാവിലെ ജോലിക്ക് പോയി. അവരോട് ഈ പെയിന്റർ, ചിത്രകാരൻ ചോദിച്ചു, ഞാനൊരു ചിത്രം വരയ്ക്കാനായിട്ട് ആഗ്രഹിക്കുന്നു, ലോകത്തിലെ ഏറ്റവും വിലപ്പെട്ട കാര്യം നിങ്ങളെ സംബന്ധിച്ച് എന്താ? അപ്പൊ അവര് പറഞ്ഞു, ലോകത്തിലെ ഏറ്റവും വിലപ്പെട്ട കാര്യം സ്നേഹമാണ്. ചിത്രകാരൻ മുമ്പോട്ട് നടന്നു. സ്നേഹത്തെക്കുറിച്ച് ഞാൻ എങ്ങനെ പകർത്തും, എങ്ങനെ ഞാൻ വരയ്ക്കും? കുറച്ചു ദൂരം മുമ്പോട്ട് പോയപ്പോൾ 2 ചെറുപ്പക്കാരെ കണ്ട്. അവരോട് ചോദിച്ചു, ജീവിതത്തിൽ ഏറ്റവും വിലപ്പെട്ടത് എന്താ? ചെറുപ്പക്കാർ മറുപടി പറഞ്ഞു, ജീവിതത്തിൽ ഏറ്റവും വിലപ്പെട്ടത് സന്തോഷമാണ്. ഇയാൾ വീണ്ടും ചിന്തിച്ചു, സന്തോഷത്തെക്കുറിച്ച് എങ്ങനെ വരയ്ക്കും, അതെങ്ങനെ ക്യാൻവാസിൽ പകർത്തും? വീണ്ടും മുൻപോട്ട് കടന്നു. 2 പട്ടാളക്കാരെ കാണാനായിട്ടിടയിൽ. അവരോട് ചോദിച്ചു, ജീവിതത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് എന്താ? അവര് പറഞ്ഞ മറുപടി സമാധാനമാണ്, പീസ്. വീണ്ടും മുമ്പോട്ട് വിടുന്നു. ഇയാൾ ആലോചിച്ച്, സമാധാനം എങ്ങനെ ഞാൻ വരയ്ക്കും, എവിടെ തുടങ്ങും, എങ്ങനെ വരച്ചു തീർക്കും? വീണ്ടും മുമ്പോട്ട് കടന്നപ്പോൾ ഇച്ചിരി പ്രായമുള്ള ഒരു വ്യക്തിയെ കണ്ടു. 80 വയസ്സിനടുത്തുള്ള സന്തോഷവാനായ ഒരു പ്രായമുള്ള ഒരു വ്യക്തി. അദ്ദേഹത്തോട് ചോദിച്ചു, ജീവിതത്തിൽ ഏറ്റവും വിലപ്പെട്ടത് എന്താണ്? അദ്ദേഹം പറഞ്ഞു, സംതൃപ്തിയാണ്. ഈ പലരും 4 പേര് 4 കാര്യങ്ങളാണ് പറഞ്ഞത്. ഇതെല്ലാം വിലപ്പെട്ട, അവരെ സംബന്ധിച്ച് വിലപ്പെട്ട കാര്യങ്ങൾ. ഇതെങ്ങനെ ക്യാൻവാസിലേക്ക് പോകും?
അദ്ദേഹം നടന്ന് തിരിച്ച് വീട്ടിലെത്തി. വീട്ടിലെ വരാന്തയിലെ കസേരയിൽ ഇരുന്നപ്പോൾ, കുറച്ച് സമയം ഇരുന്നപ്പോൾ, അദ്ദേഹത്തിന്റെ ഭാര്യ സ്നേഹത്തോടു കൂടി കുടിക്കാനായിട്ട് ഒരു ഗ്ലാസ് ചായ കൊണ്ട് കൊടുത്തു. അദ്ദേഹം ആ ചായ കുടിക്കുന്നതിന്റെ ഇടയ്ക്ക് അദ്ദേഹത്തിന്റെ 2 മക്കൾ ഓടി വന്ന് മടിയിലിരുന്ന് അവരുടെ സന്തോഷം അവർ പ്രകടിപ്പിച്ചു. ഭാര്യയുടെ സ്നേഹം, മക്കളുടെ സന്തോഷം, ഇതെല്ലാം അദ്ദേഹത്തിന്റെ ഉള്ളിൽ വലിയ സമാധാനം, ഒരു വലിയ സംതൃപ്തി അദ്ദേഹത്തിന് അനുഭവിക്കാനായിട്ട് കഴിഞ്ഞു. അദ്ദേഹം മനസ്സിലാക്കി ഏറ്റവും വിലപ്പെട്ട കാര്യം എന്ന് പറയുന്നത് നമ്മുടെ കുടുംബമാണ്. കുടുംബത്തെക്കുറിച്ചൊരു ചിത്രം വരയ്ക്കാം. ഫാമിലി എന്ന് പറഞ്ഞ അദ്ദേഹം ഒരു ചിത്രം വരച്ചു. ആ ചിത്രം അദ്ദേഹത്തിന്റെ മാസ്റ്റർ പീസായിട്ട് മാറി. ആ ചിത്രത്തിലൂടെ അദ്ദേഹം ശ്രദ്ധേയനായിട്ടുള്ള ഒരു ചിത്രകാരനായിട്ട് മാറി. ഇതാണ് 3-ാമത്തെ. ഓക്കെ സാർ, ഇതായിരുന്നു. താങ്ക് യു സാർ. വളരെ ആഴത്തിൽ ഞങ്ങൾ കേട്ടിരിക്കുകയായിരുന്നു. 3 കഥകൾക്കും അതിൻ്റെതായ തനിമ, 3 കഥകൾക്കും ശക്തമായ ആശയം, വളരെ വളരെ മനോഹരമായി, ഒത്തിരി ആഴത്തിൽ ചിന്തിക്കാനുള്ള. ആദ്യത്തേത് ലവ് ദ ക്രിയേറ്റീവ് ഫോഴ്സ് എന്ന് പറയുന്ന ഒരു ഇതിലൂടെ ഒരു വലിയ ട്രാൻസ്ഫോർമേഷൻ, 25 വർഷത്തിന് ശേഷം തിരിച്ചറിയുന്ന ഒരു വലിയ സത്യം. തീർച്ചയായിട്ടും വളരെ മനോഹരമായ ഒരു കഥയായിരുന്നു. രണ്ടാമത്തത് 83 പ്രോബ്ലംസ്, ഡെയിലി ലൈഫിൽ നമ്മൾ അനുഭവിക്കുന്ന പ്രോബ്ലം അല്ലേ. എനിക്കൊരു പ്രശ്നം ഉണ്ടാകരുത് എന്നുള്ളത് തന്നെയാണ് നമ്മുടെ ഏറ്റവും വലിയ പ്രശ്നം. അത് കൃത്യമായിട്ട് തിരിച്ചറിയാനുള്ള ഒരു വലിയ വഴി. 4-മത്തത് തീർച്ചയായിട്ടും കുടുംബത്തിലൂടെ നമുക്ക് ലഭിക്കാവുന്ന ആ ഫുൾഫിൽമെന്റ്, ലവ്, ഹാപ്പിനെസ്, പീസ്, അതുപോലെ തന്നെ കണ്ടന്റ്മെന്റ് എല്ലാം നമുക്ക് ലഭിക്കാൻ, അത് സ്വീകരിക്കാൻ, അതിനെ നമുക്ക് ആർജിച്ചെടുക്കാനുള്ള നമ്മുടെ കഴിവ്. മനോഹരമായി. താങ്ക് യു സർ, താങ്ക് യു വെരി മച്ച്. ഓക്കെ, നമുക്ക് ഡിസ്കഷനിലേക്ക് പോകാം. മോഹൻദാസ് സാർ തുടങ്ങിക്കോളൂ. അൺമ്യൂട്ട് ചെയ്യും. ആദ്യമായിട്ട് സാജൻ സാറിന് വളരെയധികം ഒരു സ്വാഗതവും നന്ദിയും പറയുന്നുണ്ട്. കാരണം സാർ കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ സാറിനെ പരിചയപ്പെട്ടു, തിരുവനന്തപുരത്തുകാരൻ എന്ന് പറഞ്ഞു. അതെ, തവണ 3 കഥയുമായിട്ട് വന്നു. ഈ പറഞ്ഞ 3 ജീവിതത്തിന് അടിസ്ഥാനപരമായിട്ടുള്ള കാര്യങ്ങളെ നമ്മൾ ഓർമ്മിപ്പിക്കുകയും ചിന്തിപ്പിക്കുകയും ആക്കാൻ പ്രേരിപ്പിക്കുന്ന കാര്യങ്ങളാണ്. ഈ ആദ്യത്തെ കഥയിൽ തന്നെയാണ് ഈ പറഞ്ഞ പോലെ 1993 ചിക്കൻ സൂപ്പ് ഫോർ ദി സോൾ എന്നുള്ള ഇത്. 93 ഒരു എന്താ പറഞ്ഞാൽ വളരെ ടേണിംഗ് പോയിന്റ് ആയിട്ടുള്ള ഒരു ഇയർ ആണ് എൻ്റെ ജീവിതത്തിൽ. ഞാൻ എന്താ പറഞ്ഞാൽ ക്ലറിക്കിൽ നിന്ന് ഓഫീസറായിട്ട് പ്രൊമോഷനായി പോകുന്ന ഒരു വർഷം. അത് മാത്രമല്ല, ഇപ്പോൾ ഈ പറയുന്ന 93 കഴിഞ്ഞിട്ട് 7 ഇപ്പം 31 ഇയേഴ്സ് ആയിട്ടുണ്ട്. 32 ഇയേഴ്സ്. ഇപ്പോഴും നമ്മുടെ ആ സോഷ്യൽ ഒരു കമ്മിറ്റ്മെന്റ് എന്നുള്ള രീതിക്ക് ഒരു ലൈബ്രറിയിലെ ഒരു സെക്രട്ടറി ആയിരുന്നത് കഴിഞ്ഞിട്ട് മാറിയിട്ട് വായനോത്സവമൊക്കെ നടത്തി വായനാചരം ഒരു വർഷത്തോളം വായന കൊണ്ട് നടന്നൊരു സ്കൂളിലൊക്കെ പോയിട്ട് കഴിഞ്ഞ ഒരു വർഷത്തെ കിട്ടിയ ഒരു അനുഭവമാണ്. ലൈബ്രറി കൗൺസിലിന്റെ കീഴിലാണ് ഈ വായനോത്സവം നടത്തുന്നുണ്ടെങ്കിലും ഈ 8 സ്കൂളിലും 10 സ്കൂളിലൊക്കെ ചെന്ന് അവിടുത്തെ കുട്ടികളെയൊക്കെ ഉണ്ട് വായനയുടെ പ്രാധാന്യത്തെ കുറിച്ച് പറഞ്ഞ് അവർക്ക് ബുക്കുകളൊക്കെ കൊടുത്ത് അങ്ങനെ അവര് ആ ഇതിലേക്ക് കൊണ്ടുവന്നിട്ട് ഇക്കൊല്ലം മുതൽ വീണ്ടും ഒരു പ്രോജക്റ്റ് എടുത്തു. ഈ ലഹരിക്ക് എതിരായിട്ട് അവരെ എങ്ങനെ അവിടുന്ന് ഡൈവേർട്ട് ചെയ്ത് നേരെ വഴിക്ക് കൊണ്ടുപോകാന്നുള്ളതായിരുന്നു. അതിനെക്കുറിച്ചുള്ള ഒരു പ്രോജക്റ്റിലാണ് ഇപ്പം ജൂൺ അത് ഇംപ്ലിമെന്റ് ചെയ്യണം എന്നാണ്. പക്ഷെ അതിന് ഈ സാറിന്റെ ഈ കഥകള് വളരെ ആദ്യത്തെ കഥ തന്നെ വളരെ ഒരു പ്രചോദനമായിട്ടുണ്ട്. കാരണം ഈ പറഞ്ഞ പോലെ കാരണം അവിടെ ഈ പറഞ്ഞ പോലെ ഞങ്ങളൊരു ഒരു പ്രത്യേക വിഭാഗത്തിലുള്ള കുട്ടികളെയാണ് നോക്കുന്നത്. കാരണം അവിടെ ഈ തമിഴ് സംസാരിക്കുന്ന കുട്ടികൾ, ഇപ്പോഴത്തെ ഒരു ജനറേഷൻ എന്ന് പറയുന്നത് വലിയ മിഡിൽ ക്ലാസ് അതിന് അപ്പർ ക്ലാസ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ അവർക്ക് മിക്കവാറും പ്രൈവറ്റ് സ്കൂളും ഹൈ സ്റ്റാൻഡേർഡ് ഉള്ള സ്കൂളിലൊക്കെയാണ് പോകുന്നത്. പക്ഷെ ഈ ഗവൺമെന്റ് സ്കൂളിൽ ലിംഗ്വിസ്റ്റിക് മൈനോറിറ്റി ആയ ആ 7 സ്കൂളുണ്ട്. അവിടെ വരുന്ന കുട്ടികളൊക്കെ എന്ന് പറഞ്ഞാൽ ജീവിതത്തിലെ ഏറ്റവും അടിത്തട്ടിലുള്ള കുട്ടികളാണ്. അതായത് അവിടെ ഈ തമിഴ്നാടിനോട് അടുത്തുള്ള പ്രദേശമായതുകൊണ്ട് കന്യാകുമാരിയും തെൻകാശിയും കൊല്ലം പുനലൂരൊക്കെ ഭാഗത്തു നിന്നുള്ള മധുരയ്ക്ക് നിന്നൊക്കെ ട്രെയിൻ സൗകര്യം ഉള്ളതുകൊണ്ട് ആക്രി കച്ചവടം ചെയ്യുന്നവര്, പിന്നെ കപ്പലണ്ടി വെക്കുന്നവര്, സ്ഥിരമായിട്ട് അയൺ ചെയ്യുന്നവര്, പിന്നെയുള്ളത് ഈ പറഞ്ഞ സ്വീറ്റും സ്നാക്സും സമൂസയും മറ്റുമൊക്കെ വടകളൊക്കെ ഉണ്ടാക്കി കൊടുക്കുന്നുണ്ട്. ഇങ്ങനത്തെ ഒരു ജീവിത ബാക്ക്ഗ്രൗണ്ടുള്ള കുടുംബത്തിൽ നിന്ന് വരുന്ന കുട്ടികളാണ്. അപ്പൊ കഴിഞ്ഞ ദിവസം എൻ്റെ സുഹൃത്ത് ഞാനാണ് ഈ പ്രോജക്റ്റ് ചെയ്യുന്നത്. പുള്ളിയോട് നടക്കാൻ പോകുന്ന സമയത്ത് തന്നെ ഇവിടെ സാറ് പറഞ്ഞു, ആ സ്കൂളിലെ സാറ് പറഞ്ഞു, ഈ വിഭാഗത്തിൽപ്പെട്ട കുട്ടികളാണ് ഇപ്പൊ ഏറ്റവും കൂടുതൽ ലഹരിക്ക്
കാരിയറായിട്ട് മാറുന്നത്. അച്ഛനമ്മമാർക്ക് വളരെ ശ്രദ്ധിക്കാൻ പറ്റാത്തൊരു അവസ്ഥയിൽ അവരെ എളുപ്പത്തിൽ മറ്റുള്ളവരെ അട്രാക്ട് ചെയ്യുന്നുണ്ട്. 100-200 രൂപ കൊടുത്തിട്ട് അവരെ കാരിയറായിട്ട് മാറ്റുന്നു. ഈ കുട്ടികളെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. അവർക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യണം എന്നുള്ള ഒരു എന്താ പറഞ്ഞാൽ ഒരു പോയിന്റ് ഇട്ട് തന്നത്. അപ്പൊ അതിൽ നിന്നാണ് ഈ വായനയോടൊപ്പം തന്നെ ലഹരി വിമുക്തം ഇപ്പൊ വളരെയധികം ചർച്ച ചെയ്യപ്പെടുന്നുണ്ടെങ്കിലും അതും കൂടി കമ്പൈൻ ചെയ്തുള്ള ഒരു പ്രോജക്റ്റ് ആണ് ഉദ്ദേശിക്കുന്നത്. അപ്പൊ എനിക്കൊന്ന് പിന്നെ ഷാജിൻ സാറിനൊക്കെ ഈ പറഞ്ഞ പേട്ടയിലെ ഒരു ടീച്ചേഴ്സിന്റെ ഒരു ഹോളിഡേ ഹോം ഉള്ളതുപോലെ അല്ലെങ്കിൽ അവർ ഉള്ളതുപോലെ അവരെയൊക്കെ ഒന്ന് പ്രയോജനപ്പെടുത്തി ഈ കുട്ടികൾക്ക് അങ്ങനത്തെ ഒരു കൗൺസിലിംഗ് ഒരു ഇത് കൊടുത്താൽ തീർച്ചയായിട്ടും ഈ പറഞ്ഞ പോലെ ക്രിമിനൽ ആകുമായിരുന്ന കുട്ടികളെ എല്ലാവരെയും തിരിച്ച് ഒരു ഉന്നത നിലയിലേക്ക് വരാൻ സാധിക്കുമെങ്കിൽ തീർച്ചയായിട്ടും എനിക്ക് ആ പ്രോജക്റ്റ് നന്നായിട്ട് ഇംപ്ലിമെന്റ് ചെയ്യാൻ സാധിക്കും എന്നുള്ള ഒരു ആത്മവിശ്വാസം ഈ കഥയിൽ കൂടി കിട്ടിയിട്ടുണ്ട്. വളരെ നന്നായിട്ടുണ്ട് ആദ്യത്തെ കഥ. അതൊരു അതേപോലെ തന്നെ രണ്ടാമത്തത് 83 പ്രോബ്ലംസ്. ഈ പറഞ്ഞ പോലെ നമുക്ക് ഈ 67-68 വയസ്സായിട്ടുണ്ട്. എന്താ പറയുക, ജനിച്ചു വളർന്നു പഠിച്ചത് കഴിഞ്ഞ് ജോലി കിട്ടിയത് കഴിഞ്ഞിട്ട് ഈ ലാസ്റ്റ് മൂവ്മെന്റിലും നമുക്കും എന്തിനാ ഈ പ്രോബ്ലംസ്? നമ്മൾ നേരെ പോകുന്നു, നേരെ തിരിച്ചേരെ ദിവസവും ഓരോന്നല്ലെങ്കിൽ വേറൊരു പ്രോബ്ലംസ്. ആ ബുദ്ധൻ പറഞ്ഞല്ലോ 83 പ്രോബ്ലംസും എല്ലാവർക്കും ഉള്ളത് തന്നെയാണ്. നമ്മള് 84 ആണ് കൊണ്ടുവരുന്നത്. ഒരു പ്രോബ്ലം ഇല്ലാതിരിക്കണേ എന്നുള്ളതില്ല. അത് ദിറ്റ്സ് എ പ്രോബ്ലം. ആ ഒരു തിങ്കിങ് തന്നെ വളരെ എന്താ പറഞ്ഞാലേ വിലപ്പെട്ടതായ ഇതാണ്. അങ്ങനെ ചിന്തിക്കാതിരിക്കുന്നതാണ് നല്ലത്. പ്രോബ്ലംസ് വിൽ കം ആൻഡ് ഇറ്റ് വിൽ ഗോ. അത് വരും, അതുപോലെ തന്നെ പോവുകയും ചെയ്യും എന്നുള്ളത് നല്ലത്. പിന്നെ മൂന്നാമത്തതാണ് പെയിന്റർ. ഒരു വളരെ എന്താ പറഞ്ഞാൽ വിലപ്പെട്ട വാട്ട് ഈസ് വാല്യുബിൾ ഇൻ ലൈഫ് എന്നുള്ള ഇത് ഫാമിലി എന്നുള്ളതിനേക്ക് ഈ രീതിക്ക് ഓരോരുത്തരുടെയും അഭിപ്രായത്തിൽ ലവ് എന്ന് പറയും. കപ്പിൾസ് എന്നുള്ളത് വരുമ്പോൾ ലവ്, കുട്ടികൾ യൂത്ത് വരുമ്പോൾ ഹാപ്പിനെസ്, പിന്നെ മിലിറ്ററി മാൻ വരുമ്പോൾ പീസ്, വേർഡ് മാൻ വരുമ്പോൾ സാറ്റിസ്ഫാക്ഷൻ. ഈ 4 ലവ്, ഹാപ്പിനെസ്, പീസ്, സാറ്റിസ്ഫാക്ഷൻ ഈ 4 ഉണ്ടെങ്കിൽ വളരെ എന്താ പറയുക വിലപ്പെട്ടതായിരിക്കും ജീവിതം. അത് കിട്ടേണ്ടതും തുടക്കവും അവസാനിക്കുന്നതും ഫാമിലി എന്നുള്ളതിലാണ്. ഇപ്പോൾ നമ്മുടെ ഇതിൽ നിന്നും അകന്നു മാറുന്ന ഒരു സെറ്റപ്പാണ് ഫാമിലി സെറ്റപ്പ്. അത് വീണ്ടും ഒന്ന് ഉണർത്തുന്ന ഷാജിൻ സാറിന് വളരെയധികം നന്ദി. 3 വളരെ ഷോർട്ടായിരുന്നു, കാരണം ആകെയുള്ള ഒരു 15-20 മിനിറ്റിനകത്തുള്ള പറഞ്ഞു തീർന്ന കഥകളാണെങ്കിലും 3 വളരെ അർത്ഥവത്തായിട്ടുള്ള വളരെ വാല്യുബിൾ ആയിട്ടുള്ള ഇതാണ്. ഈ സന്ധ്യയ്ക്ക് ഈ പറഞ്ഞു തന്ന സാറിന് 1000 നന്ദി, അഭിനന്ദനങ്ങൾ. താങ്ക് യു സാർ. സാർ. ആദ്യമായിട്ട് സാജൻ സാറിനെ 1-2 വേദികളിൽ കണ്ടിട്ടുണ്ടെന്നല്ലാതെ ഈ രീതിയിൽ പോലും ഒന്നും സംസാരിക്കാൻ പറ്റിയില്ല. സാർ, ആദ്യം ഗുഡ് ആഫ്റ്റർനൂൺ. വളരെ സന്തോഷത്തോടെ പറയും. 3 കഥകള് നമ്മുടെ മനസ്സിൽ കോരിയിട്ടത് കൊച്ചു വാക്കുകളിൽ അത് സാറ് നമ്മളിൽ എത്തിച്ചു കൃത്യമായിട്ട്. ഈ ആദ്യ കഥയില് പറഞ്ഞതിന്റെ ബാക്കി എന്നാണ് ഞാൻ കൂട്ടിച്ചേർക്കുകയാണ്. ടീച്ചറുടെ സ്നേഹവും തലോടലുമാണ് അവരെ കൂട്ടിപ്പിടിപ്പിക്കാനും അവിടെ കൊടുത്ത മാർഗനിർദ്ദേശങ്ങൾ അവർ അക്സെപ്റ്റ് ചെയ്യാനും കാരണം. സാധാരണ അങ്ങനെ ചെയ്യട, ഇങ്ങനെ ചെയ്യട എന്ന് പറഞ്ഞിട്ട് മറ്റൊരു രീതിയിലേക്ക് പറയുന്നത്. അത് റോൾ മോഡലായി ടീച്ചറും പ്രയോഗിച്ചിരുന്നു സ്നേഹത്തിന്റെ പാതയിലൂടെ. വളരെ നന്നായിരുന്നു ആ കഥ. അതിനെക്കുറിച്ച് മറ്റൊന്നുമില്ല. രണ്ടാമത്തെ കാര്യം, സാറ് പറഞ്ഞ പോലെ തന്നെ ഇല്ലാത്തൊരു പ്രശ്നം, 83 പ്രശ്നങ്ങൾ നമ്മുടെ മുന്നിൽ ഉണ്ടെങ്കിൽ അടുത്തൊരു പ്രശ്നം എന്താണെന്ന് ആലോചിക്കുമ്പോൾ എനിക്കിതൊന്നും വരരുതേ എന്ന ചിന്ത, അവിടെയാണ് നമ്മളുടെ ഒക്കെ പ്രശ്നം. അപ്പുറത്തും ഇപ്പുറത്തും ചുറ്റുപാടും ഒക്കെ ഒത്തിരി പ്രശ്നങ്ങളുണ്ട്, പക്ഷെ എനിക്കൊന്നും വരരുത്. വരുന്ന പ്രശ്നങ്ങളെ എങ്ങനെ അഭിമുഖീകരിക്കാമെന്ന് പഠിക്കുന്നതിന് പകരം ഞാൻ ഒരു പ്രശ്നത്തിലും ഇടപെടുന്നില്ല, എനിക്കൊരു പ്രശ്നവും വരരുത്. അത് ആ ചിന്തയാണ് അയാൾക്ക് പ്രശ്നമുണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. ആൻസൈറ്റി ഭംഗിയായിട്ട് സാർ അത് അവതരിപ്പിച്ചു. കുഞ്ഞു കുഞ്ഞു കഥകൾ, പക്ഷെ അർത്ഥതലങ്ങൾ വളരെ വലുതാണ് നമ്മുടെ മനസ്സിലേക്ക് കോരിയിട്ടത്. മൂന്നാമത്തെ കഥ കൂടുമ്പോൾ ഇമ്പമുള്ള കുടുംബത്തെ കുറിച്ചാണ് സാർ പറഞ്ഞത്.
കൂടുമ്പോൾ ഇമ്പം തെറ്റിക്കഴിഞ്ഞാൽ ഭൂകമ്പത്തിന് വഴിവെക്കുന്നതും ഫാമിലി തന്നെയാണ്. അപ്പോൾ ആ ചിത്രകാരന്റെ മനസ്സിലേക്ക് ഓരോരുത്തരും പാർട്ട് പാർട്ടായിട്ട് പറഞ്ഞു തന്ന അത് ഒന്നിച്ചു ചേർത്ത് സ്വയം അനുഭവിച്ചപ്പോൾ അയാളുടെ മാസ്റ്റർ പീസ് അതിൽ നിന്ന് പുറത്തു. ഒത്തിരി നന്ദി സർ. താങ്ക് യു സർ. താങ്ക് യു സർ. രാജു സർ പറയും. രാജു സർ പറയും. രാജു സാറെ കേൾക്കാമോ? അഡ്മിറ്റ് ചെയ്യും. ഞാൻ പറയുന്നത് കേൾക്കുന്നില്ല. രാജു സാർ കേൾക്കാമോ? പറയാം സാർ. രണ്ടാഴ്ചയായിട്ട് പനിയായിരുന്നു. കേൾക്കാവോ സാറേ? കേൾക്കാം. ഓക്കെ, സാജൻ സാറിനെ ആദ്യമായിട്ട് കാണുന്നതെന്ന് എനിക്ക് തോന്നുന്നു. സാറിനെ പരിചയപ്പെട്ടതും കഥകൾ കേൾക്കാൻ കഴിഞ്ഞതിന് സന്തോഷം. അല്പം വൈകിയാണ് കയറിയത് എന്നുള്ള ഒരു ക്ഷമാപണമുണ്ട്. അതുകൊണ്ട് രണ്ടാമത്തെ കഥ മുതലേ കേട്ടുള്ളൂ, ആദ്യത്തെ കഥ കേട്ടില്ല. കേൾക്കാത്ത കഥയെക്കുറിച്ച് ഞാൻ പറയുന്നില്ല. രണ്ടാമത്തെ കഥ എന്ന് പറഞ്ഞാൽ തെറ്റുകള് ഇങ്ങനെ ഒരു ഗുരുവിന്റെ അരികിലാണ്, വൃത്തിന്റെ അരികിൽ വന്നിട്ട് ചെറുപ്പക്കാരൻ പ്രശ്നങ്ങളെ കുറിച്ചാണ്. പ്രശ്നങ്ങൾ, ജീവിതത്തിലുള്ള പ്രശ്നങ്ങൾ കൃഷി ചെയ്യുമ്പോൾ നഷ്ടമാകുന്നു, ലാഭമാകുന്നു, മറ്റുള്ളവർക്ക് അസൂയ ഉണ്ടാകുന്നു, അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ ജീവിതത്തിൽ. അവസാനം പ്രശ്നങ്ങളില്ലാത്ത ജീവിതം എങ്ങനെയാണ്, പ്രശ്നങ്ങളില്ലാതെ എങ്ങനെ ജീവിക്കാമെന്ന് പറഞ്ഞു തരാനാണ് അദ്ദേഹം ചോദിച്ചത്. എനിക്ക് മറ്റൊരു സംഭവം ഓർമ്മ വരുന്നത്. അതായത് ഒരു ദേവാലയത്തില് അവിടെ വരുന്നവരെല്ലാവരും അവിടെ വെച്ചിരിക്കുന്നതായിട്ടുള്ള ഒരു കൂടയില് തങ്ങളുടെ പ്രശ്നങ്ങൾ എഴുതിയിടണം. തങ്ങളുടെ പ്രശ്നങ്ങൾ അവിടെ എഴുതിയിടുക മാത്രമല്ല, അവിടെ എഴുതിയിട്ടിരിക്കുന്ന മറ്റൊരെണ്ണം എടുത്തുകൊണ്ട് പോകാം. അപ്പോൾ തങ്ങളുടെ പ്രശ്നങ്ങൾ മാറും, അതേസമയം അവരുടെ പ്രശ്നങ്ങൾ നമ്മുടെ പ്രശ്നങ്ങളായിട്ട് മാറും. എന്നാൽ ഇങ്ങനെ കുറെ കഴിഞ്ഞപ്പോഴത്തേക്ക് തങ്ങളുടെ പ്രശ്നങ്ങൾ എഴുതിയിടാനും മറ്റുള്ളവർ എഴുതിയിട്ട് പ്രശ്നങ്ങൾ എടുക്കാൻ അവർക്ക് മടിയായി. കാരണം കിട്ടുന്നതായ പ്രശ്നങ്ങൾ തങ്ങളുടെ പ്രശ്നങ്ങളെക്കാൾ വലുതാണ്. അതായത് അവിടെ അവർക്ക് കിട്ടുന്നതായിട്ടുള്ള ആ പേപ്പറിലെ പ്രശ്നങ്ങൾ തങ്ങളായ പ്രശ്നങ്ങളെക്കാൾ വലുതാണ്. അതുകൊണ്ട് അതിൽ അവർക്ക് താല്പര്യമുണ്ടായില്ല. അപ്പൊ ആ ഏർപ്പാടോട് നിത്യതാണ്. ഏകദേശം അതിനോട് ചേർന്ന് നിൽക്കുന്ന ഒരു കഥയാണ് സാറ് പറഞ്ഞത്. എല്ലാവർക്കും പ്രശ്നങ്ങളുണ്ട്. 83 എന്നുള്ള ഒരു പ്രത്യേക നമ്പർ പറഞ്ഞേ ഉള്ളൂ, എനിക്കത് മനസ്സിലായില്ല. എന്താ 83, 54 എന്നുള്ളത്? അനേക പ്രശ്നങ്ങൾ എന്നുള്ള അർത്ഥമേ ഉള്ളൂ, അല്ലാതെ 83 എന്തെങ്കിലും പ്രാധാന്യം ഇല്ലല്ലോ. ഒരുപാട് പ്രശ്നങ്ങളുണ്ട് എല്ലാവർക്കും. നന്നായി ചിന്തിക്കുന്നത്, നന്നായി മനസ്സിലാക്കിയത്. താങ്ക് യു വെരി മച്ച്. വളരെ നല്ല അദ്ദേഹം നിങ്ങളുടെ പ്രശ്നങ്ങളെ കുറിച്ച് എപ്പോഴും കുറ്റം പറയാതിരിക്കാനുള്ള ഒരു കാര്യമാണ്. ഇപ്പോഴും നമ്മൾ ചിന്തിക്കുന്നത് എനിക്ക് മാത്രമേ ഉള്ളൂ പ്രശ്നങ്ങൾ, മറ്റുള്ളവർക്കൊന്നും പ്രശ്നങ്ങളില്ല. പുറമേ നോക്കുമ്പോഴത്തേക്ക് മറ്റുള്ളവർക്ക് ഒന്നും പ്രശ്നങ്ങളില്ല എന്ന് തോന്നിപ്പോകും. നമ്മുടെ പ്രശ്നങ്ങളെ നാം മനസ്സിലാക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതുപോലെ മറ്റുള്ളവരുടെ പ്രശ്നങ്ങളിൽ നിന്ന് പഠിക്കുന്ന പറയുന്നത് അതിനേക്കാളും ബെസ്റ്റാണ് പറയുന്നത്. നമുക്ക് സ്വന്തം പ്രശ്നങ്ങൾ ഉണ്ടാകുന്നതിന് മുമ്പ് അതിൽ നിന്ന് പഠിക്കുകയാണെങ്കിൽ അത് നമ്മൾ നോളജ് ഉള്ള ആളാണ്. എന്നാൽ മറ്റുള്ളവരുടെ പ്രശ്നങ്ങളിൽ നിന്നും പഠിക്കുകയാണെങ്കിൽ നമുക്ക് വരുന്നതിന് മുമ്പ് അങ്ങനെയുള്ള പ്രശ്നങ്ങളിൽ നമ്മൾ പാഠം ഉൾക്കൊള്ളുകയാണെങ്കിൽ നമുക്ക് കൂടുതൽ വിശദം ഉണ്ടെന്നാണ് പറയുന്നത്. പിന്നെ മൂന്നാമത്തെ കഥ സാർ പറഞ്ഞത് ചിത്രം വരയ്ക്കുന്ന കാര്യമാണ്. അതായത് സന്തോഷം, പിന്നെ സമാധാനം, സംതൃപ്തി, ഇങ്ങനെയുള്ള കാര്യങ്ങളെ കുറിച്ച് നമുക്ക് സ്നേഹം, ഈ ജീവിത മൂല്യങ്ങളെ കുറിച്ച് ഒരു പടം വരയ്ക്കണമെന്നും പലരോടും ചോദിച്ചപ്പോൾ ഇതായിരിക്കും ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അവസാനം എല്ലാം കാണുന്നത്, എല്ലാം നമ്മൾ ദൃശ്യമാകുന്നത് നമ്മുടെ കുടുംബത്തിലാണെന്ന് അദ്ദേഹത്തിന് മനസ്സിലായി തിരിച്ചു വന്നപ്പോൾ. ഇതുപോലെ മറ്റൊരു കഥ ഓർമ്മിപ്പിക്കുന്നു. അതായത് ഒരു പൂവടം ഇങ്ങനെ പല പൂവടം വലിച്ചു കീറിയിട്ട് പല കഷ്ണങ്ങളാക്കി ആ ക്ലാസ്സിലെ കുട്ടികൾക്ക് കൊടുക്കുന്നത്, തിരിച്ച് അത് അതേ രീതിയിലാക്കാനായിട്ട്. എല്ലാവർക്കും അറിയാവുന്ന ഒരു കഥയായിരിക്കും. പല കുട്ടികളും ശ്രമിച്ചിട്ട് നടക്കുന്നില്ല, കാരണം അവർക്ക് ഈ പൂവടം തിരിച്ച് അതേ രീതിയിൽ ഒരുപാട് കഷ്ണങ്ങളാക്കി അതേ രീതിയിൽ പഠിപ്പിക്കാൻ സാധിക്കുന്നില്ല. എന്നാൽ ഒരു പയ്യൻ മാത്രം പെട്ടെന്ന് അത് കംപ്ലീറ്റ് ചെയ്ത് കൊണ്ടുവരുന്നു. അപ്പോൾ എങ്ങനെ നീ ഇത് ചെയ്തു എന്ന് ചോദിച്ചു. പറഞ്ഞു,
മറുവശത്തൊരു മനുഷ്യന്റെ ചിത്രം ഉണ്ടായിരുന്നു. ആ മനുഷ്യന്റെ ചിത്രം ഞാൻ കൂട്ടി യോജിപ്പിച്ചപ്പോഴത്തേക്ക് ഈ വശത്തുള്ളതായ ലോകത്തിന്റെ ചിത്രം വളരെ കറക്റ്റായി. അപ്പം നമ്മൾ നമ്മളെ തന്നെ ശരിയാക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലോകത്തെ നമുക്ക് ശരിയാക്കാൻ സാധിക്കും. സാറേ ഞാൻ വേഗം പറഞ്ഞോട്ടെ, കഴിഞ്ഞോ? മറ്റുള്ളവരെ എന്നാലും ഓക്കെ, രമാവതി മാം പറഞ്ഞോളൂ. കേൾക്കാം. രമാവതി മാം പറയൂ. രമാവതി മാം കേൾക്കുന്നില്ലേ? പോയോ? അങ്ങനെയൊക്കെ ഞാൻ പറയാം. പറഞ്ഞു. അപ്പോ ഗംഭീരമായ 3 ചെറിയ കഥകൾ. സാജു സാംസൺ സാറിന് ഈ രംഗപ്രവേശം തന്നെ വളരെ ഗംഭീരമായിരിക്കുന്നു. എല്ലാവിധ അഭിനന്ദനങ്ങളും. ഈ 3 കഥകളെയും കൂടി ഒന്നിച്ചു ചേർത്താൽ നല്ല അധ്യാപകരുണ്ടായാൽ, നല്ല മാനസികാരോഗ്യമുണ്ടായാൽ, നല്ല കുടുംബങ്ങളുണ്ടായാൽ സംഗതി എല്ലാം ശുഭം എന്നുള്ളതാണ്. ഈ 3 എണ്ണത്തിനെ കൂടെ ഒന്നിച്ചു ചേർത്താൽ നമുക്ക് കാണുവാൻ സാധിക്കും. അപ്പോൾ ലോകത്തിൽ ധാരാളം നന്മകൾ ഉണ്ടാകട്ടെ എന്നാഗ്രഹിക്കുന്നവരാണ് നമ്മൾ. അനേകർ അങ്ങനെ ആഗ്രഹിക്കുന്നു. അങ്ങനെയെങ്കിൽ നമ്മുടെയൊക്കെ കുടുംബങ്ങളെ ഏറെ ധന്യമാക്കുക, കുടുംബ മൂല്യങ്ങൾ സംരക്ഷിക്കുക, അപ്പനും അമ്മയും മക്കളും തങ്ങളുടെ റോളുകൾ തിരിച്ചറിയുക, അത് പഠിപ്പിക്കുക എന്നുള്ള ഒരു വലിയ ദൗത്യം അധ്യാപകർ ഏറ്റെടുക്കുക. അങ്ങനെ എല്ലാവരും അധ്യാപകരായി മാറുക. സാമൂഹ്യ പ്രവർത്തകരും ട്രെയിനേഴ്സും കൗൺസിലേഴ്സും ആരൊക്കെയാണോ, ഭരണാധികാരികൾ, മത പ്രചാരകർ, മതബോധകർ ഒക്കെ അങ്ങനെ ആയിക്കഴിയുമ്പോൾ മനുഷ്യർക്ക് നല്ല മാനസികാരോഗ്യം കൈവരും. ഇങ്ങനെ അങ്ങോട്ട് പോകുമ്പോൾ ലോകം ഏറെ ധന്യമാകും. ഇങ്ങനെ നമുക്ക് ഈ കഥകളെയെല്ലാം കൂടി ചേർത്ത് വെച്ചിട്ട് ഈ രീതിയിലും നമുക്ക് പറഞ്ഞു വെക്കുവാൻ സാധിക്കും. അങ്ങനെ ഒറ്റ അടിക്ക് ഈ 3നെയും കൂടെ ഞാൻ ഒരുമിച്ച് വിലയിരുത്തുന്നു. ഏറെ ഗംഭീരം, നന്നായിരിക്കുന്നു. സാറിന് തുടർന്നും വന്ന് ഈ കഥയിലുമുണ്ട് കാര്യം എന്ന് മനുഷ്യനെ ബോധിപ്പിക്കാൻ ഈ കുഞ്ഞു സമയത്തിലൂടെ സാധിക്കുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ. താങ്ക് യു വെരി മച്ച്. താങ്ക് യു സർ. രമാവതി മാം. സാറേ കുറച്ച് തിരക്കേണ്ടതുകൊണ്ടാണ്. സാബു സാർ, അതുപോലെ സാജൻ സാർ എന്ന് പറഞ്ഞതല്ലേ ഞാൻ കഥ പറയട്ടെ എന്നല്ലേ കഴിഞ്ഞ പ്രാവശ്യം? യെസ്. അപ്പം പിന്നെ കഥകൾ ചെറുതാണ്, പക്ഷെ അതിൽ ഒരുപാട് ചെറിയ കഥയാണെങ്കിൽ ഒരുപാട് അതിൻ്റെ ഉള്ളിൽ കുറെ അർത്ഥങ്ങളുണ്ട് സാറേ. കാരണം ഇപ്പൊ നമ്മുടെ കാര്യങ്ങൾ എന്ന് പറഞ്ഞാല് കുട്ടികളെ സംബന്ധിച്ചിട്ട് സാറ് പറഞ്ഞാല് കുട്ടികൾക്ക് സ്നേഹം കിട്ടാത്തൊരവസ്ഥ ഉണ്ട്. അത് പിന്നെ പാരന്റിങ്ങിന്റെ ഭാഗത്താണെങ്കിലും ടീച്ചേഴ്സിന്റെ ഭാഗത്താണെങ്കിലും സ്നേഹം അത്ര കിട്ടാത്ത ഒരവസ്ഥ ഉണ്ട് സാറേ. കാരണം പണ്ടെല്ലാം നമ്മൾ ഒരു ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ആ കുട്ടീൻ്റെ രക്ഷിതാക്കളായിരുന്നു, കുട്ടീൻ്റെ വീട് എവിടെയാണെന്നും അവരുടെ ജീവിത സാഹചര്യങ്ങൾ എല്ലാ ടീച്ചേഴ്സിനും അറിയാം. ഇപ്പം വാനിൽ വരുന്ന പോകുന്ന അങ്ങനെ ആകുമ്പോൾ അറിയാൻ പറ്റുന്നില്ല. അപ്പം നല്ല എന്താ പറയണ്ട, നല്ല ടീച്ചേഴ്സ് ആണെങ്കിൽ കുട്ടികളുടെ ഭാവിയും നല്ല രീതിയിൽ തന്നെ ആയിരിക്കും എന്നുള്ളതാണ് ആദ്യത്തെ കഥയുടെ കുറെ കാര്യങ്ങൾ അതിൽ പറയാണ്ട്, അത്ര അധികം ദീർഘിപ്പിക്കുന്നില്ല. പിന്നെ രണ്ടാമത്തെ കഥയിൽ 84-ാമത്തെ അല്ലേ സാറേ? അതല്ലേ 84-ാമത്തെ അങ്ങനെയാണ്. അപ്പൊ അതും എനിക്ക് പറയാനുള്ളത്, നമ്മളിപ്പോ മനുഷ്യര് സ്വാർത്ഥത ഉണ്ടോന്ന് ചോദിച്ചാൽ സ്വാർത്ഥത ഇല്ലാന്ന് ഒരിക്കലും പറയാൻ പറ്റില്ല സാറേ. കാരണം നമ്മളിപ്പോ എല്ലാവരും പോയിട്ട് അമ്പലത്തിലോ പള്ളിയിലോ പ്രാർത്ഥിക്കുമ്പോ ലോക സമസ്ത സുഖിനോ ഭവന്തു ആരും പറയാറില്ല സാറേ. അവിടെ എത്തിയ ഉടനെ കൈ കൂപ്പിയിട്ട്
എനിക്ക് സുഖം കിട്ടണേ, എൻ്റെ മക്കൾക്ക് സുഖം കിട്ടണേ, എൻ്റെ ഭർത്താവിന് സുഖം കിട്ടണേ. അതാ ഈ പിന്നെ ചോദ്യ നക്ഷത്രത്തിലൊരു പിന്നെ ഇത് അതുപോലെ ഓരോ നക്ഷത്രം പറഞ്ഞിട്ട് പ്രവർത്തിക്കുന്നത്. അപ്പം അങ്ങനെയാകുമ്പം അവര് ചോദിക്കുന്നതന്നെ ഇങ്ങനെ ഓരോ കാര്യങ്ങള് അങ്ങനെയാണ്. അപ്പൊ ലോകത്ത് അങ്ങനെയാണ് നടക്കുന്നത്. പിന്നെ ഇല്ല നമുക്ക് വേണ്ട. മൂന്നാമത്തെ കഥയില് എന്ന് പറയുമ്പം പിന്നെ നമ്മള് ഓരോ ചിത്രകാരനാണെങ്കിലും ചിത്രം വരക്കുമ്പോ അവരോട് ചോദിക്കുമ്പോ സമാധാനം ഇങ്ങനെയുള്ള ഓരോ കാര്യം പറയുന്നത്. അപ്പൊ ഇപ്പൊ നേരത്തെ വിൻസെന്റ് സാറോന്ന് അറിയില്ല പറഞ്ഞ പോലെ എല്ലാം കൂടി യോജിച്ചുകൊണ്ട് വരുമ്പം അവരുടെ ഇത് ചിത്രം ഫാമിലി എന്നുള്ളതാണ്. അതുകൊണ്ടാണ് നമ്മള് ചില കുട്ടികളെ കയ്യില് ഒരു മരത്തിന്റെ ചിത്രമുള്ള മോതിരം അതാണ് സൗണ്ട് ബ്രേക്ക് ആയോ? ഓമന ടീച്ചർ പറയുന്നു. ഗുഡ് ഈവനിങ് സർ. സാജൻ സാറിനെ എനിക്ക് പരിചയമില്ല, ആദ്യമായിട്ടാണ് കാണുന്നത് കേൾക്കുന്നത്. നല്ല ഭംഗിയായിട്ട് 3 കഥ കേട്ടു. ആദ്യത്തെ കഥയാണ് ഒത്തിരി സ്ട്രൈക്ക് ചെയ്തത്. കാരണം എന്താണെന്ന് വെച്ചാൽ ഞാനൊരു അധ്യാപിക ആയിരുന്നത് കൊണ്ട് നാളെ കുട്ടികളുടെ SSLC പരീക്ഷ തീരുന്ന ദിവസമാണ്. അപ്പം എനിക്ക് തന്നെ എനിക്കൊന്നും അതിൻ്റെ അകത്ത് ഉത്തരവാദിത്വം ഇല്ലെങ്കിൽ പോലും എനിക്ക് തന്നെ ഒരു ടെൻഷൻ തോന്നുന്നു. ഞാൻ റിട്ടയർ ചെയ്തിട്ട് കുറേ വർഷമായി. എൻ്റെ പിള്ളേർ 10ാം ക്ലാസ്സിൻ്റെ പരീക്ഷ കഴിയുന്ന ദിവസം എനിക്ക് നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു. അന്ന് രക്ഷിതാക്കൾക്ക് ആർക്കും ഒരു ടെൻഷനും ഇല്ലായിരുന്നു. രക്ഷിതാക്കൾക്ക് ഇപ്പം പക്ഷേ രക്ഷിതാക്കൾക്ക് ടെൻഷനുണ്ട്. അധ്യാപകർക്ക് ഒത്തിരി കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. ഞാൻ റിട്ടയർ ചെയ്തിട്ട് ഇത്രയും വർഷമായാലും ഏതെങ്കിലും പത്രത്തിലൊക്കെ ഈ വയനാട്ടിൽ എന്തെങ്കിലും കുഴപ്പം വന്ന കാര്യങ്ങൾ വായിക്കുമ്പം ഞാൻ ഓർക്കും, എൻ്റെ ദൈവമേ, മുണ്ടേരി എൻ്റെ സ്കൂളിൽ പഠിച്ച പിള്ളേരാകരുതേ എന്ന് ഓർത്തോണ്ടാണ് നോക്കുന്നത്. ഇതുവരെ അങ്ങനെ ഒരു ഗതികേട് ശരിക്കും പറഞ്ഞാൽ ഇനിയിപ്പോൾ എനിക്കത് ആലോചിക്കേണ്ട കാര്യമില്ലെങ്കിൽ പോലും ഇതുവരെ അങ്ങനെ വന്നിട്ടില്ല. എന്തോ ഒരു ഭാഗ്യം. ഇപ്പം ജുവനൈൽ ജസ്റ്റിസ് ബോഡി പോകുന്നുണ്ട്. അന്നേരം ഈ കഴിഞ്ഞ ദിവസം സ്വന്തം അമ്മ എന്ന് പറയുമ്പം അപ്പൻ്റെ അമ്മയെ കൊന്ന ഒരു പയ്യനെ കൊണ്ടുവന്നു. അങ്ങനെയൊക്കെ അപ്പന്മാർ വരുന്ന കാണുമ്പോൾ ഒരു ഭയങ്കര വിഷമമാണ് ശരിക്കും. ഇപ്പം കുട്ടികൾ പോകുന്ന പോക്കിന് ഈ തലമുറയെ മൊത്തം എല്ലാവരും പറയുന്നുണ്ട്. പക്ഷേ ഞാനെപ്പോഴും രക്ഷിതാക്കൾക്ക് ബോധവൽക്കരണം പോരാന്നാണ് എനിക്ക് തോന്നാറ്. കാരണം രക്ഷിതാക്കൾ വളരെ സില്ലിയായിട്ട് ഒരു മക്കളെ വളർത്തുന്ന കാര്യത്തിൽ വളരെ സില്ലിയായിട്ട് ആയിരുന്നു എന്നുള്ളത് സത്യമാണ്. നമ്മൾ പേരൻസിനെ സ്ഥിരമായിട്ട് കണ്ടുകൊണ്ടിരുന്നതാണല്ലോ. ഇപ്പൊ പക്ഷേ കുറച്ച് പേടിയൊക്കെ വരാൻ തുടങ്ങിയിട്ടുണ്ട്. പക്ഷെ എന്ത് ചെയ്യണമെന്ന് അവർക്ക് അറിയത്തില്ല. അവർക്കാണ് ബോധവൽക്കരണം കൊടുക്കേണ്ടത്. നേരത്തെ ഡ്രഗ്സിന്റെ കാര്യത്തിലൊക്കെ ആണെങ്കിലും കുട്ടികളെ അല്ല ബോധവൽക്കരിക്കേണ്ടത്, ശരിക്കും രക്ഷിതാക്കളെയാണ്. രക്ഷിതാക്കൾ കുറച്ചും കൂടി കരുതലും കുറച്ചും കൂടി ശ്രദ്ധയും. ഇപ്പൊ ആ 5 പേരെ കൊന്ന ആ പയ്യന്റെ കാര്യത്തിലാണേലും അവർ പുറത്തുനിന്നേ ഭക്ഷണം കഴിക്കാറുള്ളൂ. ആ അമ്മയാണ് അതിന് സപ്പോർട്ട്. പുറത്തുനിന്ന് മാത്രം ഭക്ഷണം കഴിക്കുക, 35 ലക്ഷം രൂപ അപ്പനറിയാതെ കടമുണ്ടാക്കുക. അങ്ങനെയുള്ള അമ്മമാരുടെ മക്കള് ഇങ്ങനെ ആയില്ലെങ്കിലല്ലേ അതിശയമുള്ളൂ. അപ്പൊ ഇന്നലെ ഞാനൊരു മാളിൽ പോയപ്പം ഞാൻ 9ാം ക്ലാസ്സിൽ പഠിപ്പിച്ച ഒരു പയ്യനും ഭാര്യയും കുട്ടിയും കൂടെ അമ്മ അവിടുന്ന് എന്നോട് സംസാരിച്ചുകൊണ്ടിരുന്നപ്പോ ഈ കുട്ടി ഓടി നടന്ന്, ഈ മാളത്തിൽ എളുപ്പമാണല്ലോ, ഓടി നടന്ന് ഇങ്ങനെ ചെറിയ കൊച്ചാ, ഒരു 2 വയസ്സായി കാണിക്കണം, ഓടി നടന്ന് മുട്ടായികൾ ഇങ്ങനെ പെറുക്കുക. അപ്പൊ കുറച്ച് മുട്ടായി അവർ മേടിച്ചു വെച്ചിട്ടുണ്ട്. പക്ഷെ ഒരു ഫാമിലി ആയിട്ട് വന്നപ്പം ഞാൻ നോക്കിയപ്പോൾ അവർ മേടിച്ച സാധനങ്ങൾ മുഴുവൻ നോമ്പ് തുറക്കാനുള്ള സാധനങ്ങളാണ്. വൈകിട്ടത്തെ ഫുഡാണ് മുഴുവൻ മേടിച്ചത്. ജ്യൂസ് മുതൽ പിന്നെ എണ്ണപ്പലഹാരം മുതൽ ബിരിയാണി വരെ വാങ്ങിയിട്ടുണ്ട്. അതിൻ്റെ കൂടെ ഒരുപാട് ഐറ്റംസ് ഉണ്ട്. ഒരു ലാവിഷ് നോമ്പ് തുറക്കുള്ള കാര്യങ്ങളെല്ലാം ഉണ്ട്. അപ്പം ഞാൻ ഓർത്ത് ഇവരെന്ന് എന്തായത് ഇങ്ങനെ മുഴുവൻ വാങ്ങിയതെന്ന് എനിക്ക് മനസ്സിലായില്ല. ഞാൻ ചോദിച്ചില്ല. പക്ഷേ കൊച്ചു മുട്ടായി എടുക്കുമ്പോൾ അമ്മയൊന്നും പറയുന്നില്ല. ചെറിയൊരമ്മയാണ്. അപ്പം ഞാൻ പറഞ്ഞു കൊച്ചിനോട്, ഇനി എടുക്കാൻ പറ്റിയില്ല, ഇവിടുന്ന് ആവശ്യത്തിനുള്ളത് അതിൻ്റെ അകത്തുണ്ട്, ഇനി എടുക്കാൻ പറ്റിയില്ല, തിരിച്ചു വെക്കാൻ പറഞ്ഞു. ഞാൻ ആ പെൺകുട്ടിയോട് പറഞ്ഞു, അത് തിരിച്ചു വെക്കാൻ പറ,
തിരിച്ചു വെച്ചും പഠിക്കട്ടെ എന്ന് പറഞ്ഞു. പിന്നെ എൻ്റെ ഒരു പയ്യൻ എന്നുള്ള നിലയിലാണ് ഞാൻ അധികാരത്തോടെ പറഞ്ഞത്. അപ്പോൾ ആ കൊച്ചു കൊണ്ടുപോയി തിരിച്ചു വെച്ചു. അപ്പൊ ഇങ്ങനെ പിള്ളേരെ ഇങ്ങനെ എല്ലാം കൊടുത്ത്, നമുക്ക് കിട്ടാത്തതെല്ലാം കൊടുത്ത് വളർത്തുന്നതിൻ്റെ ഒരു ഗതികേട് ആണ് ഇപ്പൊ ഈ കാണുന്നത് മുഴുവൻ എന്നാണ് എനിക്ക് തോന്നുന്നത്. രണ്ടാമത്തെ കഥയിൽ അധികം ഞാൻ പറയുന്നില്ല. രണ്ടാമത്തെ കഥയിൽ പ്രശ്നമില്ലാത്ത ആ പ്രശ്നം, ഒരു പ്രശ്നവും ഇല്ലാത്തതാണ് എൻ്റെ പ്രശ്നം എന്ന് പറയുന്ന പോലെയാണ് എനിക്ക് തോന്നിയത്. മൂന്നാമത്തെ കഥയും ഒത്തിരി നന്നായി. ഞാൻ ഒരുപാട് വിശദീകരിക്കുന്നില്ല. എനിക്ക് ആദ്യത്തെ കഥയിലാണ് കൂടുതൽ സ്ട്രൈക്ക് ചെയ്തു. നല്ല കഥകളായിരുന്നു, പക്ഷെ എൻ്റെ എന്താ പറയുക, നൊസ്റ്റാൾജിയൊക്കെ കിടക്കുന്നത് ആദ്യത്തെ കഥയിലായതുകൊണ്ട് അതിനെപ്പറ്റി കുറച്ച് കൂടുതൽ പറഞ്ഞുകൊണ്ട് രണ്ടാമത്തെ മൂന്നാമത്തെ കഥയെപ്പറ്റി ഞാൻ കൂടുതൽ പറയുന്നില്ല. മൂന്നും നല്ല കഥയായിരുന്നു. സാറിൻ്റെ സെലക്ഷനും ഒത്തിരി നന്നായി. താങ്ക് യു സാർ. താങ്ക് യു വെരി മച്ച്. താങ്ക് യു സാർ. റോയ് സാറും കൂടെ പറയും. ഞാൻ പറയാമോ? അത് കഴിഞ്ഞിട്ടില്ല. പറയൂ പറഞ്ഞു. ഞാൻ ആദ്യത്തെ കഥ യാത്രയിലായിരുന്നു. രണ്ടാമത്തെ കഥയില് എനിക്ക് തോന്നുന്നത് ഒരു സ്വാർത്ഥതയുടെ ഒരു വിത്ത് അതിൽ മുളയ്ക്കുന്നത് പോലെ തോന്നി. എല്ലാവർക്കും പ്രശ്നമുണ്ട്, എനിക്കങ്ങനെയൊന്നും അത് ഉണ്ടാവാതിരിക്കട്ടെ എന്ന ചിന്ത ആണ് അതിൽ കാണുന്നത്. പിന്നെ മൂന്നാമത്തെ കഥയാണ് എനിക്ക് ഇഷ്ടപ്പെട്ടത്. എല്ലാത്തിലും വലുത്, സ്വർണത്തെക്കാൾ രത്നത്തെക്കാൾ ഏറ്റവും വലുത് കുടുംബത്തിലെ സന്തോഷം. പറഞ്ഞതുപോലെ കൂടുമ്പോൾ ഇൻപം ആയത് കുടുംബം. കുടുംബത്തെ എവിടെ ലോകം മുഴുവൻ തിരഞ്ഞു നടന്നാലും ഏറ്റവും വിലപ്പെട്ടത് ഏതെന്ന് ചോദിച്ചാൽ സ്നേഹമാണ്, സന്തോഷം, സമാധാനം, സംതൃപ്തി. ഇതെല്ലാം ഓരോരുത്തരുടെ അഭിപ്രായമായി പറഞ്ഞു. അവസാനം അവിടെ നിന്നും ക്യാൻവാസിൽ അതൊന്നും വരയ്ക്കാൻ പറ്റില്ല. സ്വന്തം അനുഭവത്തിലൂടെ വീട്ടിൽ നിന്നുള്ള, ഭാര്യയിൽ നിന്നും മക്കളിൽ നിന്നും ആ യഥാർത്ഥ സന്തോഷം എന്താണെന്ന് മനസ്സിലാക്കുകയും അതിലൂടെ ചിത്രം വരച്ച് ലോക പ്രശസ്തനായൊന്നു എന്നുള്ള കഥ. കുടുംബത്തിന്റെ മാഹാത്മ്യം, കുടുംബത്തിന്റെ ഐക്യം മനസ്സിലാക്കുന്നു. വളരെ നല്ല കഥകളായിരുന്നു. ഞാനും ആദ്യമായിട്ടാണ് സാറിന്റെ കഥ കേൾക്കുന്നത്. വളരെ രസകരമായി, കൊച്ചു കഥകളാണെങ്കിലും ആഴമേറിയതാണ്. താങ്ക് യു സാർ. താങ്ക് യു മാം. റോയ് സാർ. റോയ് സാർ അൺമ്യൂട്ട് ചെയ്യും. ഓക്കെ സാർ. കഥയിലൂടെ കാര്യങ്ങൾ മനസ്സിലാക്കുന്ന ഈ സായാഹ്നത്തില് 3 കഥകളിലൂടെ വളരെ വ്യക്തമായ 3 കാര്യങ്ങൾ പറഞ്ഞു തന്ന സാജൻ സാംസൺ സാറിന് ആദ്യമായി അഭിനന്ദനം. അമേരിക്കയിലെ സോഷ്യോളജി സ്റ്റുഡൻസിനെ കൊണ്ടൊരു സ്റ്റഡി നടത്തിയിട്ട് സ്ലം ഏരിയയിലെ 25 കുട്ടികളെ ഇവിടെ ഒരു മനോഭാവം അഥവാ ഭാവിയിൽ ആരായി തീരും എന്നൊരു സ്റ്റഡി നടത്തി അവർ തീർച്ചയായും സമൂഹദ്രോഹികളായിട്ട് വളരും എന്ന ആ പ്രവചനവും റിസർച്ചും ഇതും 25 വർഷങ്ങൾക്ക് ശേഷം വീണ്ടും അവരുടെ സ്റ്റഡി നടത്തിയപ്പോൾ അതിന് വിപരീതമായ അനുഭവം ഉണ്ടായ ഒരു കഥ. അതിന് ഏറ്റവും പ്രധാനമായ ഒരു വിഷയം അതിനകത്ത് വന്നത് ടീച്ചറുടെ സ്നേഹമാണ്. അപ്പോൾ അധ്യാപകന്മാരുടെ സ്നേഹം കൊണ്ട് കുട്ടികളെ നല്ല രീതിയിൽ ഏത് ദോഷമായ സാഹചര്യത്തിൽ വളർന്നാലും അധ്യാപകന്മാരുടെ സ്നേഹം കൊണ്ട് കുട്ടികളെ നന്നായി എടുക്കാമെന്ന് നമുക്ക് പറഞ്ഞു തന്ന ഒന്നാമത്തെ കഥ. രണ്ടാമത്തെ കഥ പ്രശ്നങ്ങളെ കൊണ്ട് വിഷമിച്ച ഒരു കൃഷിക്കാരൻ. കൃഷിനാശം കൊണ്ട് മഴ കൊണ്ട് കൃഷിനാശം, മഴ ഇല്ലാണ്ട് വന്നപ്പോൾ കൃഷിനാശം, കുടുംബത്തിലുള്ളവരെ അനുസരിക്കുന്നില്ല, അതുപോലെ തന്നെ അയൽക്കാർക്ക് അസൂയ തോന്നുന്നു. അങ്ങനെ ഒത്തിരി പ്രശ്നങ്ങളുമായിട്ട് വിഷമിച്ച കൃഷിക്കാരൻ ബുദ്ധന്റെ അടുത്ത് ചെന്നപ്പോൾ ബുദ്ധൻ പറഞ്ഞത് തന്റെ പ്രശ്നത്തിൽ ഇടപെടാൻ പറ്റിയില്ല എന്ന് പറഞ്ഞപ്പോഴേക്കും വല്ലാണ്ട് ദേഷ്യപ്പെട്ടു. കാരണം അങ്ങനെ ഇത്രയും പ്രശ്നങ്ങളുമായിട്ട് ചെന്നപ്പോൾ പ്രതീക്ഷിച്ച് ചെന്നപ്പോ ഈ ബുദ്ധൻ ഇങ്ങനെ പറഞ്ഞത് ആൾക്കാരും ദേഷ്യം വരും. പക്ഷേ യു വാണ്ട് ടു നോ പ്രശ്നം ഉപേക്ഷിക്കുക എന്ന് പറയുന്ന ആ ഭാഗം പ്രശ്നങ്ങളില്ലാത്ത ആൾക്കാർക്ക് ഈ പ്രശ്നം മാറാൻ ഉള്ള ആഗ്രഹം ഉപേക്ഷിച്ചാൽ തന്നെ പ്രശ്നങ്ങൾ ഇല്ലാതാകും എന്നതാണ് ഞാൻ മനസ്സിലാക്കി.
പിന്നെ മൂന്നാമത്തെ കഥ, ചിത്രകാരൻ ഒരു പുതിയ ചിത്രം വരയ്ക്കാൻ ഞാൻ പലരെയും സമീപിച്ചു. കപ്പിൾസിന്റെ അടുക്കൽ ചെന്നു. അവർ പറഞ്ഞു സ്നേഹമാണെന്ന് പറഞ്ഞു. പിന്നീട് ഈ ചെറുപ്പക്കാരുടെ അടുക്കൽ ചെന്നു. അവർ ആണെന്ന് പറഞ്ഞു. പട്ടാളക്കാരൻ്റെ അടുക്കൽ ചെന്നു. അദ്ദേഹം സമാധാനമാണെന്ന് പറഞ്ഞു. പ്രായമുള്ള ആൾക്കാരുടെ അടുക്കൽ ചെന്നപ്പോൾ അവർ പറഞ്ഞു സംതൃപ്തിയാണ് ഏറ്റവും വലിയ പ്രശ്നം. ഇതൊന്നും വരയ്ക്കാൻ മാർഗമില്ലാതെ വിഷമിച്ച് വീട്ടിൽ ചെന്ന് ഭക്ഷണം കഴിച്ച് മറ്റുള്ളവരുടെ സംതൃപ്തിയും സമാധാനവും സ്നേഹവും എല്ലാം കൂടി കണ്ടപ്പോൾ ഒരു കുടുംബ ചിത്രം വരച്ച് സന്തോഷമുള്ള, സ്നേഹമുള്ള, സമാധാനമുള്ള, സംതൃപ്തിയുള്ള ഒരു കുടുംബം ആണ് ഏറ്റവും പ്രധാനപ്പെട്ടത് എന്ന് തെളിയിക്കുകയും ചെയ്ത 3 കഥകൾ വളരെയധികം പ്രചോദനം നൽകുന്ന കഥകളായിരുന്നു. ആർക്ക് പറഞ്ഞു കൊടുക്കാനും ഒക്കെ ഉതകുന്ന ഈ കഥ പറഞ്ഞ സാജൻ സാംസൺ സാറിന് ഒരിക്കൽ കൂടി അഭിനന്ദിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ. താങ്ക് യു സാർ. താങ്ക് യു. ജോർജ് സാർ അൺമ്യൂട്ട് സാർ. അൺമ്യൂട്ട് ചെയ്യും കേൾക്കുന്നില്ല. താങ്ക് യു സർ. സാധൻ സാറെ പ്രത്യേക അഭിനന്ദനം, പറയാതെ വയ്യ. താങ്ക് യു സാർ. 3 ചെറുകഥകളിലൂടെ സാറ് പറഞ്ഞു തന്നത് മനുഷ്യ ജീവിതത്തിന്റെ സാരാംശം എന്തായിരിക്കണം എന്നുള്ളതിനെ കുറിച്ചുള്ള ഒരു ചുരുക്കം എന്ന് വേണമെങ്കിൽ പറയാം, എനിക്ക് തോന്നുന്നു അല്ലേ. ആദ്യത്തെ കഥയിൽ ആ ടീച്ചർ കണ്ടത് ഇങ്ങനെയൊരു തെരുവിൽ നിന്ന് വന്ന കുട്ടികളാണെന്നല്ല കണ്ടേ. ഹൈ സ്റ്റാൻഡേർഡിലുള്ള ഒരു സ്കൂളിൽ വരുന്ന കോട്ടും സൂട്ടും ടൈയും കെട്ടിയ കുട്ടികളെ അല്ല ആ ടീച്ചർ കണ്ടത്. കുപ്പക്കുഴിയിൽ മാണിക്യമുണ്ടെന്ന് പറയുന്ന പോലെ ചേരിയിൽ നിന്ന് വരുന്ന നല്ല പൗരന്മാരെ കണ്ട് ആ ടീച്ചറുടെ ദീർഘവീക്ഷണം വാസ്തവത്തിൽ ചിന്തയിലുണ്ടായ മാറ്റം അല്ലേ, ഒരു സൽചിന്തയുടെ ഫലം അതായിരുന്നു ആ ടീച്ചർ കാണിച്ചത്. രണ്ടാമത്തെ കഥയിലെ ചിത്രകാരൻ പ്രശ്നക്കാരനായ കർഷകൻ, സാധാരണക്കാരനായ ഏത് മനുഷ്യൻ്റെയും പ്രതീകം. അവിടെയും സംഭവിച്ചത് എനിക്ക് മാത്രമേ പ്രശ്നമുള്ളൂ എന്ന് അയാൾ ചിന്തിച്ചുകൊണ്ടിരുന്നു. ചിന്തയിലാണ് പ്രശ്നം. പ്രശ്നങ്ങളില്ലാത്തവരില്ല എന്ന് തിരിച്ചറിവുണ്ടായപ്പോൾ അയാളുടെ ചിന്തയ്ക്കും ന്യായമുണ്ടായി, മനസമാധാനം കിട്ടിയല്ലോ. മൂന്നാമത്തെ കഥയിലും എന്ത് ചെയ്യണം, ഏത് പടം വരച്ച് പ്രസിദ്ധനാകണം എന്ന് ചിന്തിച്ച് ചിത്രകാരനും എത്രയോ കാലം വരച്ചിട്ടുണ്ടാകാം, ഒരുപക്ഷെ എത്രയോ ഭാവനകൾ ഉണ്ടായി കാണാം. അയാളുടെയും ചിന്തയിലായിരുന്നു പ്രശ്നം. ആ ചിന്തയ്ക്ക് പരിഹാരം ഉണ്ടായത് സ്വസ്ഥമായി ഇരുന്നു എന്ന് ചിന്തിക്കാൻ പറ്റിയപ്പോഴും. ഈ എല്ലാവരോടും ചോദിച്ചു നടന്നപ്പോൾ അലഞ്ഞു നടക്കുന്ന ഒരു മനസ്സുപോലെ ചിന്തകളും അങ്ങനെ തന്നെയായിരുന്നു. തിരിച്ചു വന്ന് വീട്ടിൽ വന്നിരുന്ന് ഇതൊക്കെ ശരിക്കും അങ്ങ് അനുഭവിച്ചപ്പോൾ ഇത് തന്നെയാണല്ലോ യാഥാർത്ഥ്യം. ചിന്തയിൽ മാറ്റം വരാനിടയാക്കി. വളരെ ഉപകാരപ്പെട്ട് ഒത്തിരി തട്ടി ഉണർത്തുന്ന നല്ലൊരു കഥ, നല്ലൊരു ഉത്ബോധനം സർ. ഒത്തിരി സന്തോഷം. ഇത്തരം കഥകൾ ഇനിയും കണ്ടെത്തി കൊണ്ടുവരണം. കാത്തിരിക്കും. താങ്ക് യു സർ. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു സാർ. ഗോപകുമാർ സാർ ഉണ്ടോ? ടോമി സാർ, വിൻസെന്റ് സാർ. യെസ് സർ. പറയാം. പറയൂ. സാറേ, രാജൻ സാർ പറഞ്ഞ പോലെ തന്നെ കഥകള് എല്ലാവരെയും ഉത്തേജിപ്പിക്കുന്നതാണ്, എല്ലാവർക്കും ആകർഷകമാണ്. ആർക്കും കഥകൾ ഇഷ്ടപ്പെടാത്തവരാരും ഉണ്ടാകില്ല. അതുകൊണ്ട് തന്നെ കഥകളെ നമ്മളെല്ലാവരും ശ്രദ്ധിക്കും. എല്ലാ ട്രെയിനേഴ്സും ഒക്കെ കഥകളിൽ ഫോക്കസ് ചെയ്യാനായിട്ട് പറയാറുണ്ട്. ഞാനും അതിന് ശ്രമിക്കാറുണ്ട്. പക്ഷെ എനിക്ക് നല്ല രൂപത്തിൽ കഥ പറയാൻ അറിയത്തില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. അതുകൊണ്ട് ഞാൻ എന്നാലും ശ്രമിക്കാറുണ്ട്. ഇവിടെ ഈ ഫ്ലോറിൽ പലപ്പോഴും ഇങ്ങനെ കഥകൾ, നല്ല നല്ല കഥകൾ ധാരാളം വരുന്നുണ്ട്. ഞാൻ ഇടയ്ക്കിടയ്ക്ക് ശ്രദ്ധിക്കാറുണ്ട്. പക്ഷെ ഞാൻ അധികം എനിക്ക് അങ്ങനെ കേൾക്കാൻ സമയം കിട്ടാറില്ല. ഏതാണേലും ഇന്ന് സാജൻ സാർ അവതരിപ്പിച്ച കഥയിലൂടെ എനിക്ക് ഈ ഫ്ലോറിലെ കഥകൾ കേൾക്കാനായിട്ടൊരു പ്രത്യേക താല്പര്യം ഉണ്ടായിരിക്കും. പ്രത്യേകം ഒരു ആകർഷകമായിരുന്നു സാറേ. ആ 3 ചെറിയ കഥകൾ, സാറ് വലിയ കഥകളല്ല പറഞ്ഞത്, ചെറിയ കഥകൾ 3ഉം വളരെയധികം സാരാംശങ്ങൾ ഉൾക്കൊള്ളുന്നതും വളരെയധികം മോട്ടിവേഷണൽ ആയിട്ടുള്ളതും. ശരിക്കും ഞാൻ എത്രയോ ഇങ്ങനെ പരിപാടികളൊക്കെ അറ്റൻഡ് ചെയ്യുക, എത്രയോ ക്ലാസ്സുകളൊക്കെ അറ്റൻഡ് ചെയ്യുകയൊക്കെ ചെയ്യുന്നുണ്ടെങ്കിലും ഈ 84 പ്രശ്നങ്ങളുടെ ഒരു ഇത് ഞാൻ ജീവിതത്തിൽ ആദ്യം കേൾക്കുക.
അതൊരു വളരെ സ്വാഭാവികമായിട്ടുള്ള ഒരു കാര്യമായിട്ട് സാർ അത് വളരെ നല്ല രൂപത്തിൽ അത് അവതരിപ്പിച്ചു. ഇങ്ങനെയുള്ള സാജൻ സാറിനെ പോലെയുള്ള വ്യക്തികളെ ഈ ഫ്ലോറിൽ കൊണ്ടുവരുന്ന സാബു സാറിനും പ്രത്യേകം നന്ദി. സാജൻ സാർ, താങ്ക്സ് അ ലോട്ട്. താങ്ക് യു. ഓക്കെ, ഇനി ആരുള്ള വിൻസെന്റ് സാർ ഉണ്ടോ? ഓക്കെ, വിൻസെന്റ് സാർ പറയും. ഞാൻ പറയട്ടെ സാർ. വിൻസെന്റ് സാർ പറഞ്ഞിട്ട് പറയാം. ആദ്യമേ തന്നെ സാജൻ സാറിനോട് വളരെ വളരെ അഭിനന്ദനങ്ങൾ പറയട്ടെ. കാരണം സാറിന്റെ ആദ്യത്തെ ഒരു ഞങ്ങളുടെ ഫ്ലോറിൽ ആദ്യമായിട്ട് കഥ പറയാൻ വന്നതാണ്. 3 കഥയൊക്കെ കൊണ്ടും ഞങ്ങളെല്ലാവരുടെയും മനസ്സ് അങ്ങോട്ട് എടുത്തു എന്നുള്ളതാണ് സത്യം. നേരത്തെ പറഞ്ഞ പോലെ തന്നെ 3 കഥകളും നമ്മുടെ മനസ്സിന് ഉള്ളിൽ എവിടെയോ കണ്ടോ നമ്മുടെ ഉള്ളിൽ തന്നെ നമ്മളെ തന്നെ അറിയാനായിട്ട് എന്തോ തട്ടി ഉണർത്തുന്ന ഒരു കഥകളാണ്. ആദ്യത്തെ കഥയിൽ ഒരു അധ്യാപികയുടെ സ്നേഹമാണ് കാണിക്കുന്നതെങ്കിൽ, രണ്ടാമത്തെ കഥയിൽ നമ്മൾ എല്ലാവരുടെയും ഒരു കർഷകൻ എന്നുള്ള നിലയ്ക്ക് അയാൾ പോയത്, അയാൾ നമ്മുടെയൊക്കെ പ്രതീകമായിട്ടാണ് അയാൾ നമ്മൾ കാണേണ്ടത്, ഓരോ മനുഷ്യൻ്റെയും. അതുപോലെ തന്നെ മൂന്നാമത്തെ കഥയിൽ ഒരു കുടുംബത്തിന് വേണ്ടത് സന്തോഷം, സംതൃപ്തി, സ്നേഹം, ഇതൊക്കെയാണ് വേണ്ടത്. അതാണ് കാണിക്കുന്നത്. വളരെ നന്നായിരുന്നു സാർ, വളരെ നല്ല. പക്ഷെ ആദ്യത്തെ കഥയിൽ എനിക്കൊരു കാര്യം പറയാനുണ്ട്. ഇന്നത്തെ സിനാരിയോ വെച്ച് നോക്കുന്ന സമയത്ത് ഈ സ്നേഹം കൊണ്ട് നമുക്ക് മാറ്റം പറ്റുന്നില്ല. എല്ലാവരും ശ്രമിക്കുന്നുണ്ട്. നമ്മുടെ മാതാപിതാക്കളും പ്രത്യേകിച്ച് അധ്യാപകരൊക്കെ ശ്രമിക്കുന്നുണ്ടെങ്കിലും സ്നേഹം കൊണ്ട് മാത്രം കുട്ടികളുടെ മനസ്സ് മാറ്റാൻ പറ്റുന്നില്ല. അവരുടെ സർവേയിൽ പറഞ്ഞത് ക്രിമിനൽ മൈൻഡിലുള്ള കുട്ടികളാണ്. ആ കുട്ടികളെയാണ് അവരൊക്കെ അധ്യാപക സ്നേഹം കൊണ്ട് മാത്രം കീഴടക്കി അവർ പുതിയ മനുഷ്യരാക്കി മാറ്റാനായിട്ട് അവർ പ്രാപ്തിയായിരുന്നു. പക്ഷെ ഇന്നത്തെ കാലത്ത് നമ്മൾ നോക്കൂ, നമ്മുടെ കുടുംബങ്ങളിൽ മാതാപിതാക്കള് കുട്ടികളെ അന്ധമായി സ്നേഹിക്കുകയും വിശ്വസിക്കുകയും ചെയ്യുകയാണ്. എന്നിട്ടാണ് ആ കുട്ടികൾ മാറിപ്പോകുന്നത്. അപ്പൊ ഈ സ്നേഹം കൊണ്ട് മാത്രം കുട്ടികളെ മാറ്റാൻ പറ്റുന്നില്ല എന്നൊരു ഒരു 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 സന്ദേശം കൂടെ നമുക്കിപ്പോൾ കിട്ടിക്കൊണ്ടിരിക്കുകയാണ്. ഏത് വിധത്തിലാണ് അങ്ങനെ നേരിടേണ്ടതെന്നുള്ളത് നമ്മളെല്ലാവരും ആലോചിക്കേണ്ട കാര്യമാണ്. അത് സർക്കാരും തലമുറ ആലോചിക്കുന്നുണ്ട്. അങ്ങനെ സാറ് എല്ലാവരുടെയും ഹൃദയ സൃഷ്ടിയായിട്ടുള്ള രീതിയിൽ കഥ പറഞ്ഞു തന്നതിന് വളരെ വളരെ നന്ദി. സാറിന് നന്ദി. താങ്ക് യു സാർ. സ്നേഹലത മാം കൂടെ പറയും. സാർ, വളരെ നല്ല കഥകള്, ജീവിതഗന്ധിയായ കഥകള്. ഇപ്പോഴത്തെ നമ്മുടെ ലഹരിയുടെ പ്രശ്നമല്ല, കുട്ടികളെ സ്നേഹം കൊണ്ട് മാറ്റാം എന്ന് പറഞ്ഞാൽ ഇപ്പൊ അങ്ങോട്ട് സ്നേഹം കൊടുത്താലല്ല മാറുന്നത്. അത് നേരത്തെ കൊടുക്കണമായിരുന്നു, കരുതൽ കൊടുക്കണമായിരുന്നു, സമയം കൊടുക്കണമായിരുന്നു. അതൊന്നും കിട്ടാതെ പോയിട്ടാണ് അവർ പുറത്തുനിന്ന് ഇതെല്ലാം കണ്ടെത്താൻ പോയത്. അങ്ങനെ ഒന്നാമത്തെ കഥ വളരെ പ്രസക്തമാണ്. പിന്നെ രണ്ടാമത്തെ കഥ പ്രശ്നങ്ങൾ, നമ്മുടെ പ്രശ്നങ്ങൾ അതും പറഞ്ഞിരിക്കും. എല്ലാവർക്കും ഉണ്ട് പ്രശ്നങ്ങൾ. അത് പ്രശ്നങ്ങൾ ഇല്ലാതാകണം. 84-ാമത്തത് ആണ് വേണ്ടത്, പ്രശ്നങ്ങൾ ഇല്ലാതാകണം എന്നുള്ളത്. ശ്രീബുദ്ധന്റെ ആണല്ലോ അത്. വളരെ തത്വചിന്ത അടങ്ങിയ കഥ. പിന്നെ മൂന്നാമത്തെ കഥ ചിത്രകാരൻ. അപ്പൊ കുടുംബമാണ്, കൂടിച്ചേരുമ്പോഴും ഇമ്പം ഉണ്ടാകുന്ന കുടുംബമാണ് ഏറ്റവും വലുത്. കുടുംബത്തിൽ നിന്നാണ് സംതൃപ്തി ഉത്ഭവിക്കുന്നത്. അവിടെ സംതൃപ്തി കണ്ടെത്താൻ സാറ് പറഞ്ഞ എല്ലാ കാര്യങ്ങളും അവിടെ കിട്ടുന്നു. അപ്പോൾ സാറിൻ്റെ ആ ജീവിതത്തിലെ പ്രധാനപ്പെട്ട പല ജീവിതത്തിൽ നമുക്ക് വേണ്ടതായ കാര്യങ്ങൾ 3 കൊച്ചു കഥകളിലൂടെ സാറ് വളരെ ഭംഗിയായിട്ട് അവതരിപ്പിച്ചു. സാറ് അധ്യാപകനാണല്ലോ, അതുകൊണ്ട് അത് വളരെ നന്നായി. സാറിൻ്റെ കുട്ടികൾക്ക് ഇതുപോലെ നല്ല കൾച്ചറൊക്കെ ഉണ്ടായിരിക്കും. സാർ അതുപോലെ ക്ലാസ് എടുത്ത് കാണും. അഭിനന്ദനങ്ങൾ സാർ. താങ്ക് യു. ഓക്കെ, ഇനി നമുക്ക് സാജൻ സാറിൽ നിന്ന് കഥകളെ കുറിച്ച് സാറിന്റെ രീതിയും കൂടെ കേൾക്കാം. സാർ എന്താണ് അതിൽ നിന്ന് ഉൾക്കൊള്ളുന്നതെന്നും കൂടെ നമുക്ക് കേൾക്കാം. സാജൻ സാർ. താങ്ക് യു സാർ. ആദ്യമായിട്ടാണ് ഈ ഫ്രീ മാറ്റ്നി സെമിനാറിൽ കഥകൾ അവതരിപ്പിക്കാനായിട്ട് അവസരം ലഭിച്ചത്. എന്തായാലും സാബു സാറ് കഴിഞ്ഞ ആഴ്ച വിളിച്ചെന്നോട് പറഞ്ഞു സാറിന്റെ പ്രതീക്ഷയ്ക്ക് ഉയരാൻ കഴിഞ്ഞു എന്നാണ് എൻ്റെ വിശ്വാസം. കഥകളുടെ പ്രത്യേകതയൊക്കെ ഞാൻ ആദ്യം പറഞ്ഞു. കഥകളെ സെലക്ട് ചെയ്യുമ്പോൾ ഞാൻ ആദ്യം പറയണമെന്ന് ഉദ്ദേശിച്ച 3 കഥകൾ ഇതല്ല.
വേറെ 2 കഥയാണ് സെലക്ട് ചെയ്തിരുന്നത്. പക്ഷേ ഈ വീണ്ടും വീണ്ടും എന്ത് പറയണം എന്നൊക്കെ ഇങ്ങനെ ആലോചിച്ച് വന്നപ്പോൾ ഈ കഥയാണ് എൻ്റെ മനസ്സിൽ വന്നത്. ഞാൻ 1 മിനിറ്റിൽ എൻ്റെ ഒന്ന് പരിചയപ്പെടുത്തിക്കോട്ടെ. എൻ്റെ പേര് സാജൻ സാംസൺ. ഞാൻ ഗവൺമെൻറ് സർവീസിലെ ഹയർ സെക്കൻഡറി അധ്യാപകനാണ്. ഇപ്പം തിരുവനന്തപുരത്ത് പട്ടം ഗവൺമെൻറ് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിലെ ഇംഗ്ലീഷ് അധ്യാപകനാണ്. ഹയർ സെക്കൻഡറി വിഭാഗത്തിലെ അധ്യാപകൻ. താമസിക്കുന്നത് തിരുവനന്തപുരത്ത് പട്ടത്ത് തന്നെയാണ് താമസം. അപ്പോൾ ഇന്നത്തെ എടുത്ത കഥകൾ 3 വളരെയധികം ആൾക്കാരുടെ ഹൃദയങ്ങളെ ആഴത്തിൽ സ്പർശിക്കുന്ന കഥകളാണ്. ഒന്നാമത്തെ കഥ സ്നേഹത്തെക്കുറിച്ചുള്ളതാണ്. ഇന്ന് കുടുംബത്തിന് പുറത്ത് സ്നേഹം അന്വേഷിച്ച് നടക്കുന്ന ആളുകളുടെ എണ്ണം വളരെ കൂടി വരികയാണ്. കുടുംബത്തിന് പുറത്ത് പോയി സ്നേഹം അന്വേഷിച്ച് തെറ്റായ ബന്ധങ്ങളിൽ ചാടി അങ്ങനെ കുടുംബ ബന്ധം തന്നെ നഷ്ടപ്പെട്ടു പോകുന്നവരുടെ എണ്ണം കൂടി വരികയാണ്. സ്നേഹത്തിന് ഇംഗ്ലീഷിലുള്ള വാക്ക് ലവ് എന്നാണ്. ലവിനെ ഒരു ചിന്തകൻ വിശേഷിപ്പിച്ചത് ഇങ്ങനെയാണ്: ലവ് എന്നുള്ള ആ ഇംഗ്ലീഷിലെ വാക്കിന്റെ 4 ലെറ്റേഴ്സ് 4 കാര്യങ്ങളെയാണ് സൂചിപ്പിക്കുന്നത്. ഒന്നാമത്തെ ലെറ്റർ എൽ സ്റ്റാൻഡ്സ് ഫോർ ലിസൺ ടു അതേഴ്സ്, മറ്റുള്ളവരെ കേൾക്കുക. സ്നേഹത്തിന്റെ ഒന്നാമത്തെ ലക്ഷണം അതാണ്, മറ്റുള്ളവരെ കേൾക്കാനുള്ള മനസ്സ് നമുക്കുണ്ടാവുക. രണ്ടാമത്തെ ലെറ്റർ ഓ സ്റ്റാൻഡ്സ് ഫോർ ഓപ്പൺ അപ്പ്, ഹൃദയം തുറന്ന് സംസാരിക്കുക. മൂന്നാമത്തെ കാര്യം വി എന്നുള്ള ലെറ്റർ സൂചിപ്പിക്കുന്നത് വാല്യൂ ദം, മറ്റുള്ളവരെ വിലമതിക്കുക. അവർ നമ്മളെക്കാൾ ശ്രേഷ്ഠരാണ് എന്ന് എണ്ണി അവരോട് ഇടപെടുക. നാലാമത്തെ ലെറ്റർ എന്നുള്ള ലെറ്റർ സ്റ്റാൻഡ്സ് ഫോർ എംപതറ്റിക്, നമ്മൾ മറ്റുള്ളവരോട് തന്മയീഭാവം പുലർത്തുക, എംപതറ്റിക് ആയിരിക്കണം. ഈ ഭാവങ്ങൾ നമ്മുടെ ഉള്ളിൽ ഉണ്ടായിരിക്കണം. സ്നേഹത്തിന്റെ അടിസ്ഥാനപരമായിട്ട് പറയുന്ന 4 കാര്യങ്ങളാണ്. അത്ഭുതങ്ങൾ പ്രവർത്തിക്കാൻ കഴിവുള്ള ഒരു മന്ത്രമാണ് ഈ സ്നേഹം എന്നുള്ള മന്ത്രം. നേരത്തെ ടീച്ചർ പറഞ്ഞു, നമുക്കിപ്പോഴത്തെ കുട്ടികൾക്ക് ഈ സ്നേഹം കൊണ്ട് മാത്രം ശരിയാവുമോ അല്ലെങ്കിൽ മാറ്റിയെടുക്കാനായിട്ട് പറ്റുമോ? ബുദ്ധിമുട്ടാണ്. ഞാൻ അധ്യാപകനാണ്. നമ്മൾ നിരന്തരം ഓരോ കാര്യങ്ങളിൽ ഇടപെടുന്നത് കൊണ്ട് വ്യക്തമായിട്ട് അറിയാം. ഇന്നിപ്പോൾ ഈ പ്രോഗ്രാം തുടങ്ങുന്നതിന് മുമ്പ് ഞങ്ങൾക്കൊരു സർക്കുലർ ഉണ്ടായിരുന്നു, ഗവൺമെന്റിൽ നിന്നുള്ള സർക്കുലറാണ്. ആ സർക്കുലർ ഇതിനകത്ത് പറഞ്ഞിരിക്കുന്നത് നാളെ SSLC പരീക്ഷ തീരുന്ന ദിവസമാണ്. സ്കൂളുകളിൽ പ്രശ്നങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുള്ളത് കൊണ്ട് എല്ലാ സ്കൂളുകാരും തൊട്ടടുത്ത പോലീസ് സ്റ്റേഷനിൽ വിവരം അറിയിക്കുക. പോലീസിന്റെയും രക്ഷകർത്താക്കളുടെയും പ്രസൻസിലായിരിക്കണം കുട്ടികളെ വിടുന്നത്. അപ്പോൾ അങ്ങനത്തെ ഒരു ചുറ്റുപാടാണ്. കുട്ടികളുടെ പോസ്റ്റ് കോവിഡ് ജനറേഷനാണ് ഇപ്പോഴത്തെ കുട്ടികളെ സംബന്ധിച്ച് പറഞ്ഞിരുന്നത്. അവർക്ക് വയലൻസ് വളരെ കൂടുതലാണ്. ആരോടെങ്കിലും വിരോധം തോന്നിക്കഴിഞ്ഞാൽ രൂക്ഷമായിട്ട് പെരുമാറുക, ഉപദ്രവിക്കുക, അങ്ങനെയൊക്കെയുള്ള കുട്ടികളാണ്. അവരെ നമ്മൾ വിശേഷിപ്പിക്കുന്നത് സ്ക്രീനേജേഴ്സ് എന്നാണ്. കാരണം അവരുടെ മുഴുവൻ സമയം, കൂടുതൽ സമയം അവർ ചെലവഴിക്കുന്നത് സ്ക്രീനിന്റെ മുന്നിലാണ്. പക്ഷേ ഈ കുട്ടികളെ തിരിച്ചു കൊണ്ടുവരേണ്ടത് നമ്മുടെ ഓരോരുത്തരുടെയും ദൗത്യമാണ്. അത് നമ്മുടെ ഓരോരുത്തരുടെ ആവശ്യമാണ്. നമ്മുടെ ഭാവി തലമുറ നമുക്കൊരിക്കലും നഷ്ടപ്പെടുത്താനായിട്ട് പാടില്ല. മനുഷ്യന്റെ നേട്ടങ്ങളെക്കാൾ ഇന്ന് ലോകം ആഗ്രഹിക്കുന്നത് സ്നേഹവും കരുതലുമാണ്. ഒരു വ്യക്തിയുടെ ഏറ്റവും വലിയ ദുരവസ്ഥ എന്ന് പറയുന്നത് തന്നെ സ്നേഹിക്കാൻ ആരുമില്ല, തനിക്ക് സ്നേഹിക്കാൻ ആരുമില്ല എന്നുള്ള ചിന്തയാണ്. സ്നേഹത്തിന് 4 തലങ്ങളുണ്ട്. വളരെ വേഗത്തിൽ അത് എന്താണെന്ന് മാത്രം ഞാനിന്ന് പറഞ്ഞു പോകും. ലവ് ദി വൺസ് വി നോ, ലവ് ദി വൺ വി നോ, നമുക്കറിയാവുന്നവരെ സ്നേഹിക്കുക. നമ്മളെല്ലാവരും ചെയ്യുന്ന കാര്യമാണ്. രണ്ടാമത്തെ കാര്യം ലവ് ടുവേർഡ്സ് സ്ട്രേഞ്ചേഴ്സ്, അപരിചിതരായ ആൾക്കാരോട് അവരെ സ്നേഹിക്കാനായിട്ട് നമുക്ക് കഴിയണം. മൂന്നാമത്തെ തലം എന്ന് പറയുന്നത് ലവ് ടുവേർഡ്സ് യൂണിവേഴ്സ്, പ്രകൃതിയെ സ്നേഹിക്കാനായിട്ട് നമുക്ക് കഴിയണം. പ്രകൃതിയിൽ നമുക്കായിട്ടുള്ളത് എല്ലാം ദൈവം ഒരുക്കി വെച്ചിട്ടാണ് ദൈവം നമ്മളെ ഈ ലോകത്ത് അയച്ചത്. അപ്പോൾ പ്രകൃതിയെ സ്നേഹിക്കാനായിട്ട് നമുക്ക് കഴിയണം. നാലാമത്തെ തലം എന്ന് പറയുന്നത് അല്പം ബുദ്ധിമുട്ടുള്ള തലമാണ്, ഇന്നത്തെ തലമുറയ്ക്ക് പറ്റാത്തൊരു തലമാണ്. അതാണ് ലവ് ദി വൺ ഹു ഹേർട്സ് യു, നിങ്ങളെ വേദനിപ്പിച്ചവരെ സ്നേഹിക്കാനായിട്ട് നിങ്ങൾക്ക് കഴിയണം. നിങ്ങളെ മുറിവേൽപ്പിച്ചവരെ സ്നേഹിക്കാനായിട്ട് നിങ്ങൾക്ക് കഴിയണം. ശത്രുക്കളെ സ്നേഹിക്കാനായിട്ട് കഴിയണം. എബ്രഹാം ലിങ്കൺ പറഞ്ഞിട്ടുണ്ട്, ഞാൻ ശത്രുവിനെ മിത്രമാക്കാൻ ശത്രുവിനെ സ്നേഹം കൊണ്ട് കീഴടക്കും. അതാണ് ലിങ്കൺ പറഞ്ഞത്. ശത്രുവിനെ മിത്രമാക്കാൻ ശത്രുവിനെ സ്നേഹം കൊണ്ട് കീഴടക്കും. നമുക്ക് അതിനുള്ള ഒരു കഴിവ് നമുക്കുണ്ടാകണം. ആ ഒരു സന്ദേശം ഊന്നി പറയുന്നതാണ് ഒന്നാമത്തെ കഥ, ആ ടീച്ചറിന്റെ കഥയും പെയിന്ററിന്റെ കഥയും. മൂന്നാമത്തെ കഥയും സ്നേഹം ശക്തമായ ഒരു ഊർജമാണ്, എനർജിയാണ് സ്നേഹം എന്ന് പറയുന്നത്. നമ്മുടെ ഭാവനയും സങ്കല്പത്തിനുമൊക്കെ അതീതമായ വലിയ കാര്യങ്ങൾ, വലിയ ശക്തി സ്നേഹത്തിനുണ്ട് എന്നൊരു തിരിച്ചറിവ് നമുക്കുണ്ടായിരിക്കണം. അപ്പൊ നമ്മുടെ ജീവിതത്തിൽ, ഓരോരുത്തരുടെയും ജീവിതത്തിൽ നമ്മൾ പ്രാധാന്യം കൊടുക്കേണ്ട ഒരു കാര്യമാണ് ഉള്ളു തുറന്ന് മറ്റുള്ളവരെ സ്നേഹിക്കാനുള്ള കഴിവ്. നമ്മൾ വളർത്തിയെടുക്കേണ്ട ഒരു കാര്യമാണ്. പുതിയ തലമുറയെ അതിനെക്കുറിച്ച് നമ്മൾ ബോധവൽക്കരിക്കേണ്ടത്, മനസ്സിലാക്കേണ്ടത് ആവശ്യമാണ്. രണ്ടാമത്തെ ഇടയ്ക്ക് പറഞ്ഞ സ്റ്റോറി 83 പ്രശ്നങ്ങൾ എന്നുള്ളതാണ്, ബുദ്ധന്റെ കഥ. നമുക്ക് എല്ലാവർക്കും വളർത്തിയെടുക്കേണ്ട ഒരു സ്കില്ലാണ് പ്രോബ്ലം സോൾവിങ് സ്കില്ല്. നമ്മൾ ലൈഫ് സ്കിൽസിനെ കുറിച്ചൊക്കെ ഒരുപാട് കേൾക്കുന്നുണ്ട്. നമ്മുടെ ഈ മാഗ്നി സെമിനാറിൽ തന്നെ അതിനെക്കുറിച്ച് ക്ലാസ് കാണുന്നുണ്ട്. നമ്മുടെ ജീവിതത്തിൽ ബോധപൂർവ്വം നമ്മൾ ഈ കഴിവ് വളർത്തിയെടുക്കും. എന്താണ് പ്രശ്നം?
നമുക്കിപ്പോൾ കൈകാര്യം ചെയ്യാനുള്ള പ്രയാസമുള്ള കാര്യങ്ങളെയാണ് നമ്മൾ പ്രശ്നങ്ങളെന്ന് പറയുന്നത്. മറ്റൊരു രീതിയിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പ്രശ്നം ആവശ്യമായ സംഗതിയെ നമുക്ക് പ്രശ്നമെന്ന് പറയാം, ഒരു പരിഹാരം ആവശ്യമായ സംഗതിയെ നമുക്ക് പ്രശ്നമെന്ന് പറയാം. നമ്മുടെ ജീവിതത്തെ ഒന്നുകൂടെ മെച്ചപ്പെടുത്താനായിട്ട്, ഒന്നുകൂടെ സജ്ജമാക്കാനായിട്ട് നമ്മുടെ മുമ്പിൽ വരുന്ന അവസരങ്ങളായിട്ട് നമ്മൾ പ്രശ്നങ്ങളെ കാണണം. 3 തരം പ്രശ്നങ്ങളുണ്ടെന്നാണ് പറയുന്നത്. സ്വയം പരിഹരിക്കാവുന്ന പ്രശ്നങ്ങൾ, മറ്റുള്ളവർക്ക് പരിഹരിച്ച് തരാവുന്ന പ്രശ്നങ്ങൾ, ചില ആരോഗ്യ പ്രശ്നമാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഡോക്ടറെ കണ്ടാലേ പറ്റുള്ളൂ, നിയമ പ്രശ്നമാണെങ്കിൽ വക്കീലിനെ കാണേണ്ടി വരും. അങ്ങനെ മറ്റുള്ളവർക്ക് പരിഹരിച്ച് തരാൻ പറ്റുന്ന പ്രശ്നങ്ങളുണ്ട്. 3ാമത്തെ ഒരു പ്രശ്നമുണ്ട്, ആർക്കും പരിഹരിക്കാൻ കഴിയാത്ത പ്രശ്നങ്ങൾ. നമ്മൾ അതിനെക്കുറിച്ച് വറി ചെയ്തിട്ട് കാര്യമില്ല. അത് സമയം കഴിയും തോറും ടൈമിന് മാത്രമേ ആ പ്രശ്നത്തിനെ ക്യൂർ ചെയ്യാനായിട്ട് പറ്റുള്ളൂ. നമ്മൾ ചിന്തിക്കേണ്ട അല്ലെങ്കിൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമുക്ക് നേരിടാൻ കഴിയാത്ത ഒരു പ്രശ്നവും നമ്മളെ തേടി വരില്ല എന്നുള്ളതാണ്. നമുക്ക് നേരിടാൻ കഴിയാത്ത ഒരു പ്രശ്നവും നമ്മുടെ അടുത്തേക്ക് വരില്ല. പ്രശ്നത്തെക്കുറിച്ച് മറ്റൊരു രീതിയിൽ പറഞ്ഞു കഴിഞ്ഞാൽ, പ്രശ്നങ്ങൾ വേഷം മാറി വരുന്ന അനുഗ്രഹങ്ങളാണ്. ഓരോ പ്രശ്നത്തെയും നമ്മൾ സമീപിക്കുമ്പോൾ പ്രശ്നത്തിന്റെ വലിപ്പത്തെക്കുറിച്ചല്ല ചിന്തിക്കേണ്ടത്, അതിന്റെ സൊല്യൂഷനെ കുറിച്ചാണ് ചിന്തിക്കേണ്ടത്. പലരുടെയും ഒരു തെറ്റായിട്ടുള്ളൊരു സമീപനമാണ്. ഒരു പ്രശ്നം നേരിടേണ്ടി വരുമ്പോഴത്തേക്കും അതിന്റെ പ്രശ്നത്തിന്റെ വലിപ്പം, അതിന്റെ കൂടുതലായിട്ട് ആ പ്രശ്നത്തെ ഇട്ട് പോസ്റ്റ്മോർട്ടം ചെയ്യും. അതല്ല, അതിന്റെ സൊല്യൂഷനെ കുറിച്ച് ചിന്തിക്കുമ്പോൾ തീർച്ചയായിട്ടും നമുക്ക് പരിഹരിക്കാനായിട്ട് കഴിയും. ബ്രെയിൻ സ്റ്റോമിംഗ് ഒക്കെ നടത്തുമ്പോഴത്തേക്ക് ഒരു പ്രശ്നത്തിന് 12 പരിഹാര മാർഗങ്ങൾ വരുമെന്നാണ് പറയുന്നത്. നമ്മുടെ പല ക്ലാസ്സുകളിലും അതിനെക്കുറിച്ചൊക്കെ കേൾക്കാറുണ്ട്. ഈ 3 കഥകളും നമ്മുടെ ജീവിതത്തിൽ കേട്ട എല്ലാവർക്കും അത് പ്രചോദനമായി എന്നറിഞ്ഞതിൽ സന്തോഷം. പ്രത്യേകിച്ച് ഇത്രയും പേര് 14 പേരോളം വന്ന് അതിന്റെ ഫീഡ്ബാക്ക് പറഞ്ഞു. എന്നെ ഏറെ സന്തോഷിപ്പിച്ചു. അവസരം ലഭിച്ചാൽ ഇനി വീണ്ടും നമുക്ക് ഇതുപോലെ കാണാം. കഥയിൽ കൂടെ നമ്മുടെ ജീവിതത്തിലേക്ക് നല്ല മൂല്യങ്ങളെ പകർത്താം. നമുക്കത് അടുത്ത തലമുറയിലേക്ക് നമുക്ക് പകരാം. ഓക്കെ, താങ്ക് യു സാർ, താങ്ക് യു. പ്രത്യേകിച്ച് സാബു സാറിന് നന്ദി ഇങ്ങനെ ഒരു അവസരം തന്നത്. ഓക്കെ, താങ്ക് യു സാർ. വളരെ വളരെ സന്തോഷം. നല്ല മൂല്യം സാറിന്, നല്ല എക്സ്പ്ലനേഷൻ. സാറിൻ്റെ വാക്കുകൾ വീണ്ടും കേൾക്കാൻ സത്യത്തിൽ മനസ്സ് കൊതിക്കുകയാണ്. വീണ്ടും തീർച്ചയായും നമുക്ക് അടുത്ത സെഷൻസിലൂടെയൊക്കെ പ്രയോജനകരമാണ്. കാരണം ഇതുപോലത്തെ ഇൻസ്പിറേഷൻസ് ആണ് നമുക്ക് സമൂഹത്തിലേക്ക് കൊടുക്കാനുള്ളത്. സമൂഹത്തിൽ നിന്ന് ഈ തിന്മകളെ മാറ്റി നന്മയിലേക്ക് വരുത്താനുള്ളത്. അപ്പോൾ സാറിൻ്റെ ആ സേവനം തീർച്ചയായിട്ടും പ്രയോജനകരമാണ്. താങ്ക് യു വൺസ് അഗെയിൻ. എല്ലാവർക്കും നന്ദി. നാളെ നമുക്ക് മൈൻഡ്ഫുൾനെസ്സിൻ്റെ ദിവസമാണ്. മൈൻഡ്ഫുൾനെസ്സിലൂടെ കൂടുതൽ സാർ പറഞ്ഞ പോലെ തന്നെ കൂടുതൽ ബെറ്റർനെസ്സിലേക്ക് നമുക്ക് പോകാം. സോ താങ്ക് യു വൺസ് അഗെയിൻ ആൻഡ് ഹാവ് എ ഗുഡ് നൈറ്റ്. താങ്ക് യു എല്ലാവർക്കും.